നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. പി ശശി അകത്ത്, PV അൻവർ പുറത്ത്. തൻ്റെ വിശ്വസ്തരെ താൻ തള്ളിപ്പറയില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. ഈ വിഷയവും അതോടൊപ്പം തന്നെ മറ്റു ചില വിഷയങ്ങളുമാണ് സ്പോട്ട് ലൈവ് ഇന്ന് പരിശോധിക്കുന്നത്. എല്ലാവർക്കും സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ആഭ്യന്തര വകുപ്പിനും തൻ്റെ ഓഫീസിനുമെതിരായ വിമർശനങ്ങളിൽ പോർമുഖം തുറന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പി ശശിയെ ചേർത്ത് പിടിച്ചും PV അൻവറിനെ തള്ളിക്കളഞ്ഞും അൻവറിൻ്റെ ഉദ്ദേശത്തിൽ സംശയം പ്രകടിപ്പിച്ചുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഈ വിഷയമാണ് സ്പോട്ട് ലൈവ് ഇന്ന് ആദ്യം പരിശോധിക്കുന്നത്. പി ശശി മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നത് എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. ഒരു തരത്തിലും തെറ്റായ കാര്യം അദ്ദേഹം ചെയ്തിട്ടില്ല. ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. ഒരു പരിശോധനയും ഈ കാര്യത്തിൽ ആവശ്യമില്ല എന്ന് മുഖ്യമന്ത്രി അടിവരയിട്ട് പറയുന്നു. അദ്ദേഹം CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. പാർട്ടി നിയോഗിച്ച് എന്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്. ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിന്റെ പക്കലില്ല. ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോട് തള്ളിക്കളയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു പരിശോധനയും അക്കാര്യത്തിൽ ആവശ്യമില്ല. അതാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. പി ശശിക്കെതിരായ പരസ്യ വിമർശനം ഉന്നയിച്ച PV അൻവർ MLA-ക്കെതിരെ കടുത്ത ഭാഷയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. സ്വർണ്ണക്കടത്ത് ഹവാല സംഘങ്ങൾക്ക് വേണ്ടിയാണോ അൻവറിൻ്റെ നീക്കം എന്ന സംശയം പോലും മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചു. CPM പാർലമെന്ററി പാർട്ടി അംഗമായ അൻവർ പരാതിയുണ്ടെങ്കിൽ ആദ്യം പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണമായിരുന്നു. സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുന്നത് പൊതുപ്രവർത്തകർക്ക് ചേർന്നതല്ല എന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. അൻവറിന് ഇടതുപക്ഷാത്തലം ഇല്ലെന്നും വന്ന വഴി കോൺഗ്രസിൻ്റെതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അൻവർ പരാതി തന്നു. പോലീസ് മേധാവിയുടെ പരാതി തരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം പരസ്യമായി ചാനലുകളിൽ ദിവസങ്ങളോളം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, ഒരു ദിവസം പറഞ്ഞു, പിറ്റേ ദിവസവും പറഞ്ഞു, അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം ഉയർത്തിയ പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിക്കുകയുണ്ടായി. ഇവിടെ കാണേണ്ട ഒരു വസ്തുത, അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണത്തിന്റെ ഭാഗമായി ഉചിതമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പി ശശിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ മുഖ്യമന്ത്രി പക്ഷേ MR അജിത് കുമാറിന് അങ്ങനെ പൂർണ്ണമായും ക്ലീൻ ചിറ്റ് നൽകിയില്ല. എങ്കിലും മുഖ്യമന്ത്രി അജിത് കുമാറിനെ തള്ളിപ്പറഞ്ഞില്ല. അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അജിത് കുമാറിനെതിരെ നടപടി കൈക്കൊള്ളുക എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങൾ ഗൗരവമുള്ളതാണ്. തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാകുമെന്നും ആരോപണങ്ങളുടെ പേരിൽ മാത്രം നടപടിയെടുക്കില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അജിത് കുമാറിനെതിരെ ഉയർന്നു വന്ന ആക്ഷേപങ്ങളെപ്പറ്റി അന്വേഷണം നടക്കുന്നുണ്ട്. അതിന്റെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറക്ക് അതിന്മേൽ യുക്തമായ തീരുമാനവും കൈക്കൊള്ളും. ഒരു കാര്യം വ്യക്തമായി പറയാം, ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും നിയോഗിക്കുന്ന പതിവ് ഞങ്ങൾക്കില്ല. ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെയോ സംഘടനാ നേതാവിനെയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഔദ്യോഗിക കൃത്യനിർവഹണത്തെ ബാധിക്കുന്ന തരത്തിലുള്ള കൂടിക്കാഴ്ചയാണെങ്കിൽ നിയമത്തിനും ചട്ടങ്ങൾക്കും അനുസൃതമായ നടപടിയുണ്ടാകും. അത് അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം ഉണ്ടാകേണ്ട തീരുമാനമാണ്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ VV അരുൺ നൽകും. അരുൺ, മുഖ്യമന്ത്രി എടുത്തുചാടി പറഞ്ഞതല്ല കാര്യങ്ങൾ. കൃത്യമായി അദ്ദേഹം ആലോചിച്ച് ഉറപ്പിച്ച് തയ്യാറെടുത്താണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്ന് വന്നത്. പറയേണ്ട കാര്യം എന്ത് എന്ന് കൃത്യമായി ബോധ്യമുണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക്. അങ്ങനെ മുഖ്യമന്ത്രി തൻ്റെ നിലപാട് വ്യക്തമാക്കുമ്പോൾ എന്താണ് അതിൽ നിന്ന് ലഭിക്കുന്ന ചിത്രം? മനു, CPM രാഷ്ട്രീയത്തിൽ സമീപഭാവി വരാൻ പോകുന്ന കാര്യങ്ങളാണ് കൃത്യമായ മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. അതായത് PV അൻവറിന്റെ നീക്കങ്ങൾ ഒരു ഒറ്റയ്ക്കുള്ള ഒരു നീക്കമായിരുന്നില്ല. PV അൻവർ ഒറ്റയ്ക്കല്ല, കൃത്യമായ ഒരു
സംഘം PV അൻവറിന് പിന്നിലുണ്ട്. അത് CPM-നുള്ളിൽ നിന്നുള്ള നീക്കമെന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അവിടെയാണ് PV അൻവറിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്തിട്ടുള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ പരാമർശങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. PV അൻവറിന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പരാമർശങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. PV അൻവറിനെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു തുടങ്ങിയത് മലപ്പുറം ഉൾപ്പെടെ സമീപകാലത്ത് സംസ്ഥാനത്ത് നടന്നിട്ടുള്ള സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ അല്ലെങ്കിൽ സ്വർണം പിടിച്ച സംഭവങ്ങൾ, ഹവാല ഇടപാടുകൾ, ഇതിന്റെ കണക്കുകൾ പറഞ്ഞുകൊണ്ട് അതിന്റെ ഏറ്റവും ഒടുവിൽ മലപ്പുറത്ത് നടക്കുന്ന കാര്യം കൃത്യമായ കണക്കുകൂടി പറഞ്ഞുകൊണ്ട് പോലീസിനെ നിർവീര്യമാക്കാൻ ആരെയും അനുവദിക്കില്ല. സ്വാഭാവികമായും പോലീസ് സ്വർണം പിടിക്കുന്നതിന് വലിയ പരാതികളുണ്ട്. പക്ഷെ സ്വർണം പോലീസ് പിടിക്കുന്നത് അവരുടെ അധികാര പരിധി നിന്നുകൊണ്ട് തന്നെയാണ്. അത് ചിലരെ അസ്വസ്ഥപ്പെടുത്തുന്നു. ഒരു ചാനൽ ഒരു സ്വർണ്ണക്കടത്തുകാരന്റെ അല്ലെങ്കിൽ സ്വർണം നഷ്ടപ്പെട്ട ഒരാളുടെ അഭിമുഖം സംരക്ഷണ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്തരക്കാരെ വെള്ളപൂശാൻ ശ്രമിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ മറുപടികളിലേക്ക് കടന്നത്. അതായത് അൻവറിന് പിന്നിൽ മലപ്പുറം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണം പൊട്ടിക്കൽ, സ്വർണം കടത്ത്, ഹവാല ഇടപാടുകാർ ആണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിലെ വാക്കുകൾ. നമ്മൾ കൃത്യമായി അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അങ്ങ് പറഞ്ഞു വരുന്നത് PV അൻവർ ഇത്തരം ആൾക്കാരുടെ വക്കാലത്തുമായാണോ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തെ തള്ളിപ്പറയുകയല്ല പിണറായി വിജയൻ ചെയ്തത്. പകരം അദ്ദേഹം ചെയ്തത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്നാണ്. അതായത് PV അൻവർ എന്ന നിലമ്പൂർ MLA, CPM-ന്റെ നിയമസഭാ കക്ഷി അംഗമായ MLA ഉയർത്തിയ ആരോപണങ്ങൾ അദ്ദേഹത്തിന് പിന്നിൽ അല്ലെങ്കിൽ അദ്ദേഹം മറ്റാർക്കോ വേണ്ടിയാണത് ചെയ്യുന്നതെന്ന് സ്ഥാപിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. സ്വർണ്ണക്കടത്തുകാരും അതുപോലെ ഹവാല ഇടപാടുകാരുമായി ആ MLA-ക്ക് ബന്ധമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന വിമർശനമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത്. ഇവിടെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മൾ കാണുന്നത് PV അൻവറിനെ പിന്തുണച്ച് ചില ഇടത് കേന്ദ്രങ്ങൾ പോലും സൈബർ ഇടങ്ങളിലൊക്കെ രംഗത്ത് വരുന്നതിൻ്റെയൊക്കെ കാഴ്ചയുണ്ടായിരുന്നു. അൻവർ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം ഇടതുപക്ഷത്തിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അൻവർ അപ്പാടെ പുറത്തായി ഈ ഒറ്റ പ്രഖ്യാപനത്തോടെ എന്നാണോ ഇനി മനസ്സിലാക്കേണ്ടത്? അങ്ങനെ അൻവറിനെ ഒറ്റയടിക്ക് മുഖ്യമന്ത്രി ഇടുന്ന പ്രസ്താവനയിലൂടെ പുറത്താക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് CPM-ൽ വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അൻവറിന്റെ നീക്കങ്ങൾക്ക് പിന്നിൽ, അൻവറിന്റെ ഇപ്പോഴത്തെ ഈ വെളിപ്പെടുത്തലുകൾക്കും നിരന്തരമുള്ള വാർത്താ സമ്മേളനങ്ങൾക്കും പിന്നിൽ കൃത്യമായി CPM-നുള്ളിൽ നിന്നുള്ള നീക്കമാണത്. അത് അൻവർ ഒരു സ്വതന്ത്ര MLA നടത്തുന്ന നീക്കമായി മാത്രം അതിനെ കാണാൻ കഴിയില്ല. CPM രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ തുടക്കമായി വേണം അതിനെ കാണാൻ. അൻവറിന് പിന്നിൽ കൃത്യമായ CPM നേതാക്കളുടെ ഇടപെടലുണ്ട്. അൻവറിനെ കൃത്യമായി നിയന്ത്രിക്കുന്നത് അവരാണ്. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആ തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്റെ ഓഫീസിനെ, തന്റെ വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ MR അജിത്കുമാറിനെയൊക്കെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അൻവർ നടത്തുന്ന നീക്കങ്ങൾ അത് സർക്കാരിനെ മാത്രം ലക്ഷ്യമിട്ടുള്ള നീക്കമല്ല, പാർട്ടിക്കുള്ളിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളുടെ തുടക്കമെന്ന് മുഖ്യമന്ത്രി തിരിച്ചറിയുന്നു. അങ്ങനെ വരുമ്പോൾ അൻവറിനെ വലിയ പിന്തുണ, സ്വീകാര്യത മനു സൂചിപ്പിച്ച പോലെ ഇടത് കേന്ദ്രങ്ങളിൽ CPM സൈബർ ഗ്രൂപ്പുകൾ, ഒരുപക്ഷെ സമീപകാലത്ത് P ജയരാജൻ എന്ന കണ്ണൂരിലെ ശക്തനായ നേതാവിന് CPM സൈബർ അണികൾ എങ്ങനെയാണോ പിന്തുണ നൽകിയത് അതിന് സമാനമായ പിന്തുണയാണ് PV അൻവറിന് ഇപ്പോൾ ലഭിക്കുന്നത്. അങ്ങനെ അൻവറിനെ ആരും പൊക്കിപ്പിടിച്ചു വരണ്ട, അൻവറിനെ ആരും അങ്ങനെ വിഗ്രഹവൽക്കരിക്കണ്ട, അങ്ങനെ ചെയ്യാൻ പറ്റിയ ആളല്ല അൻവർ. അൻവറിന്റെ ഉദ്ദേശം ശരിയല്ല, നിഷ്കളങ്കമായ നീക്കമല്ല അൻവർ നടത്തുന്നത്. അത് CPM-നെ ശുദ്ധീകരിക്കാനോ സർക്കാരിലെ പുഴുക്കുത്തുകൾക്കെതിരെയുള്ള നീക്കമല്ല, മറിച്ച് CPM രാഷ്ട്രീയത്തിൽ തന്നെയുള്ള നീക്കമാണ്. അങ്ങനെ അൻവറിനൊപ്പം ആരും നിന്നാൽ അതിനെ ചോദ്യം ചെയ്യുമെന്ന കൃത്യമായ രാഷ്ട്രീയ മറുപടിയാണ് പിണറായി വിജയൻ ഇന്ന് നൽകിയത്. പാർട്ടി സമ്മേളനങ്ങൾ ലക്ഷ്യമിട്ടുള്ള CPM-ന്റെ ഒരു വിഭാഗത്തിന്റെ നീക്കത്തെ തടയാൻ താൻ മുന്നിലുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അൻവറിനെ ഈ രീതിയിൽ വിമർശിച്ചത്. അൻവറിന്റെ പശ്ചാത്തലം ഇടത് പശ്ചാത്തലമല്ല, കോൺഗ്രസ് പശ്ചാത്തലമാണ്. അൻവറിന്റെ വഴി കോൺഗ്രസിന്റെ വഴിയാണ്. ആ വഴിയിലേക്ക് അദ്ദേഹം തിരിച്ചു പോകുമെന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ പറയില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. അങ്ങനെ അൻവറിനെ സംശയം നിലനിർത്തിക്കൊണ്ട് ഒരു ഇടതുപക്ഷ MLA ആണെങ്കിൽ പോലും അൻവറിന് പിന്നിൽ ഈ സ്വർണം കടത്തുകാരും ഹവാല ഇടപാടുകാരുമാണെന്ന ധ്വനി നൽകിക്കൊണ്ടുള്ള വാർത്താ സമ്മേളനമാണ് മുഖ്യമന്ത്രി നടത്തിയത്. മറ്റൊന്ന് അരുൺ, അവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. അരുൺ സൂചിപ്പിച്ചതിനോടുകൂടി കൂട്ടിയോജിപ്പിക്കേണ്ട ഒരു കാര്യം, ഇത് തന്നോട് പറയാമായിരുന്നു, അല്ലെങ്കിൽ പാർട്ടിയോട് ആദ്യം പറയാമായിരുന്നു ഇങ്ങനെ ഒരു ആരോപണം, പരാതി ഉണ്ടെങ്കിൽ. അതൊന്നും ചെയ്യാതെ നേരിട്ട് പരസ്യ പ്രസ്താവന നടത്തിയത് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. ഒപ്പം തന്നെ താൻ 5 മിനിറ്റ് കണ്ടുള്ളൂ. അരുൺ ഉൾപ്പെടെയുള്ളവർ അവിടെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു താൻ 5 മിനിറ്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ, നിങ്ങൾ അരമണിക്കൂർ എന്ന് പറഞ്ഞെങ്കിലും ഞാൻ 5 മിനിറ്റ് മാത്രമേ അൻവറുമായി സംസാരിച്ചിട്ടുള്ളൂ. അൻവറിൻ്റെ പരാതിയിൽ ADGP-ക്കെതിരെ വന്ന പരാതി ഒരു നിയമപരമായി നടപടിക്രമങ്ങളിലൂടെ മാത്രം പോവുക എന്നതിനപ്പുറത്തേക്ക് അതിൽ വലിയ കഴമ്പില്ല എന്ന തരത്തിലുള്ള ഒരു സൂചനയാണോ മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് കരുതേണ്ടതുണ്ടോ?
മനു, പി വി അൻവറിന്റെ ആരോപണങ്ങൾ വന്ന ആദ്യ ദിവസങ്ങൾ തന്നെ മുഖ്യമന്ത്രി അൻവറിനെ വിളിച്ചിരുന്നില്ല. മുഖ്യമന്ത്രി ഓഫീസ് അൻവറുമായി ബന്ധപ്പെട്ടിരുന്നു. പക്ഷെ അൻവർ തന്നെ പറഞ്ഞതാണ്, ഞാൻ ആ ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷമാണ് മുഖ്യമന്ത്രി ഈ ആരോപണം വന്നതിന്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഒരു പ്രതിരോധ നീക്കം അല്ലെങ്കിൽ അദ്ദേഹം ഒന്ന് പിന്നോട്ട് പോയി നമുക്ക് തോന്നിച്ചത് കോട്ടയത്ത് പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ അവിടെ വെച്ച് അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ മാത്രമാണ്. അതിന് കഴിഞ്ഞ് അൻവറുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടന്നു. 5 മിനിറ്റ് മാത്രമാണ് അൻവറിന് സമയം നൽകിയത്. അത്രമാത്രം പ്രാധാന്യമേ താൻ അൻവർ എന്ന ഈ MLA കൽപ്പിക്കുന്നുള്ളൂ എന്ന് പറയുകയാണ് മുഖ്യമന്ത്രി ഇന്ന് ചെയ്തത്. 5 മിനിറ്റ് മാത്രമേ കണ്ടുള്ളൂ. അത് അന്വേഷണം നടക്കും. അൻവർ പറയുന്നതെല്ലാം അന്വേഷിക്കാനല്ല, അവിടെ കേൾക്കാനല്ല പി ശശി ഇരിക്കുന്നത്. മാത്രമല്ല അൻവർ കമ്മ്യൂണിസ്റ്റ് മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ആളെന്നൊക്കെ പറയുമ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അങ്ങനെയല്ല സാധാരണ ചെയ്യുന്നത്. കമ്മ്യൂണിസ്റ്റുകാരൻ പാർട്ടി ഫോറങ്ങളിൽ ഇത് പറയും. ആദ്യം അവിടെയാണ് പറയേണ്ടത്. അൻവർ ചെയ്തില്ല. പിന്നീട് അല്ലെങ്കിൽ തന്നോട് പറയാമായിരുന്നു, അതും ചെയ്തില്ല. നിരന്തരം വാർത്താ സമ്മേളനം നടത്തുകയാണ് അൻവർ ചെയ്തത്. അങ്ങനെയാണ് അൻവർ നീങ്ങിയത്. അതുകൊണ്ട് അതിൽ അതൃപ്തി മുഖ്യമന്ത്രി പരസ്യമാക്കുകയാണ്. അൻവർ അങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത്. അവിടെയാണ് അൻവറിന്റെ കോൺഗ്രസ് പശ്ചാത്തലം കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്തു പറഞ്ഞത്. അതായത് അൻവറിനെ തള്ളുകയാണ് മുഖ്യമന്ത്രി. അൻവറിനെ തള്ളുമ്പോൾ തന്നെ അൻവറിന് പിന്നിൽ ആരുണ്ടെങ്കിലും അത് തനിക്കെതിരായ നീക്കമാണെങ്കിൽ അവർക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണ്. അങ്ങനെ പിന്മാറാൻ താൻ തയ്യാറല്ല, ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് തയ്യാറ്. ഒരു പോർമുഖം തുറക്കുകയാണ് പാർട്ടിക്കുള്ളിൽ പിണറായി വിജയൻ ഈ വാർത്താ സമ്മേളനത്തിലൂടെ ചെയ്തത്. ഈ വാർത്താ സമ്മേളനത്തിലൂടെ മറ്റൊരു പ്രധാന വിഷയം ഈ പൂരത്തെ സംബന്ധിച്ചാണ്. CPIയുടെ നിലപാടുകളോട് ഏത് തരത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം? കഴിഞ്ഞ ദിവസം സുനിൽകുമാർ ചോദിച്ചല്ലോ, റിപ്പോർട്ടുണ്ടെങ്കിൽ എവിടെയെന്ന്. മുഖ്യമന്ത്രി പറയുന്നു 24-ന് മുൻപേ അത് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിരന്തരം തന്റെ ഓഫീസിൽ നിന്ന് ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ ഇതേ ADGP തന്നെ അത് അന്വേഷിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. വരാനിരിക്കുന്ന ദിനങ്ങളിൽ CPIയും CPMും തമ്മിൽ തർക്കത്തിലേർപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന സംശയത്തിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ വേണം കരുതാൻ. കാരണം CPI വളരെ വൈകാരികമായാണ് തൃശൂർ പൂരം വിഷയം എടുത്തിട്ടുള്ളത്. പൂരം കലക്കാൻ പോലീസ് കൂട്ടുവെന്ന ആരോപണമുണ്ട്. ആ പോലീസിന് തലപ്പത്തന്ന് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ അതിന്റെ പ്രധാനി അജിത് കുമാറാണ്. അതുകൊണ്ടാണ് അജിത് കുമാറിനെ മാറ്റണമെന്ന് കൂടി CPI ആവശ്യപ്പെടുന്നത്. RS കൂടിക്കാഴ്ചയുടെ പേരിൽ മാത്രമല്ല, പൂരം കലക്കൽ പ്രധാനപ്പെട്ട വിഷയമാണ്. പക്ഷേ മുഖ്യമന്ത്രി തള്ളുകയാണ്. ആര് പറഞ്ഞാലും ഒരു ആരോപണത്തിന്റെ ഉദ്യോഗസ്ഥനെ മാറ്റാൻ കഴിയില്ല, ഒരു സംശയവും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ്. അങ്ങനെ അന്വേഷണമില്ലാതെ, അന്വേഷണ റിപ്പോർട്ട് ലഭിക്കാതെ, അന്വേഷണ റിപ്പോർട്ട് കുറ്റക്കാരനെ കണ്ടെത്താതെ അജിത് കുമാറിനെ മാറ്റില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. പൂരത്തിന്റെ കാര്യത്തിൽ റിപ്പോർട്ട് വൈകിയ അതൃപ്തി അദ്ദേഹം പരസ്യമാക്കുന്നുണ്ട്. നേരത്തെ റിപ്പോർട്ട് കിട്ടേണ്ടതായിരുന്നു. ഒരാഴ്ച മുമ്പ് തനിക്ക് ഒരു കടലാസ് കിട്ടി. കൂടുതൽ സമയം ആവശ്യപ്പെട്ടുകൊണ്ട് അത് അനുവദിച്ചു. 24-ന് മുമ്പ് റിപ്പോർട്ട് നൽകണമെന്നാണ് അവസാനം മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. സ്വാഭാവികമായും അങ്ങനെ റിപ്പോർട്ട് സമർപ്പിക്കുമായിരിക്കും. അങ്ങനെ സമർപ്പിച്ചാലും അതുകൊണ്ട് പ്രശ്നം തീരില്ല. അവിടെ അജിത് കുമാറാണ് ആ അന്വേഷണ റിപ്പോർട്ട് നൽകേണ്ടത്. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട പോലീസ് ഇടപെടൽ സംബന്ധിച്ച അന്വേഷണം അജിത് കുമാർ നടത്തേണ്ടത്. അവിടെ സ്വാഭാവികമായും അജിത് കുമാർ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരു സാധ്യതയുമില്ല. മറ്റൊന്ന്, DGP അന്വേഷിക്കുന്ന വിജിലൻസ് അന്വേഷണം നടക്കുന്നു. അജിത് കുമാറിന്റെ ഇടപെടലെക്കുറിച്ച് അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ DGP അന്വേഷണം നടക്കുന്നു. അപ്പോഴും റിപ്പോർട്ട് വരുന്നവരെ കാത്തിരുന്നേ മതിയാകും. അതിനോടൊപ്പം കൂട്ടിവായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ RSS നേതാക്കളുമായി ADGP കൂടിക്കാഴ്ച നടത്തിയത് വലിയ വിവാദമായിരുന്നല്ലോ. മുഖ്യമന്ത്രിയുടെ ഒരു വാക്കുകൾ നമ്മൾ കേട്ടു. അത് പക്ഷേ മുഖ്യമന്ത്രിയുടെ ഒരു നിലപാട് അതിന് ഉള്ളിൽ നിന്ന് എന്താണ് അരുണ് മനസ്സിലാകുന്നത്? അരുൺ ഈ വിഷയങ്ങൾ വളരെ സസൂക്ഷ്മം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പരിശോധിക്കുന്നുണ്ടല്ലോ. ഈ RSS നേതാക്കളെ ADGP അങ്ങോട്ട് പോയി കണ്ടു എന്നത് അതിനെ എങ്ങനെയാണ് മുഖ്യമന്ത്രി കാണുന്നത്? താൻ അതിന് ഇങ്ങനെ പോലീസുകാരെ ഒരു ഇടനിലക്കാരനായി ഉപയോഗിക്കുന്ന ആളല്ല എന്ന് മുഖ്യമന്ത്രി എടുത്തു പറയുന്നുണ്ട്. പോലീസുകാരെ അതിന് തനിക്ക് ഉപയോഗിക്കേണ്ട ആവശ്യവും ഇല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. പക്ഷേ ഒരു ADGP ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കൃത്യനിർവഹണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് പരിശോധിച്ച് നടപടിയെടുക്കും എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇങ്ങനെ പോയി കണ്ടതിൽ തെറ്റില്ല, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ് എന്നാണോ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഒരു ശരീരഭാഷയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും അരുൺ എങ്ങനെയാണ് അത് വായിച്ചെടുക്കുന്നത്? മനു, രാഷ്ട്രീയ ദൂതുമായല്ല അജിത് കുമാർ പോയത്. അങ്ങനെ രാഷ്ട്രീയ ദൂതുമായി ഉദ്യോഗസ്ഥരെ പോലീസ് അയക്കുന്ന പാരമ്പര്യം തങ്ങൾക്കില്ല, രീതിയുമില്ല. അത് കരുണാകരന്റെ കാലത്ത് ജയറാം പടിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് VD സതീശന്റെ മുൻ നേതാവിനാണ് ആ തൊപ്പി ചേരുന്നത്. ആ തൊപ്പി തലയിൽ വെക്കാൻ ശ്രമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ഒരു കാര്യം വ്യക്തമായി സൂചിപ്പിച്ചത് രാഷ്ട്രീയ ദൂതുമായി പോയതല്ല, വ്യക്തിപരമായ കാര്യത്തിനാകാം അജിത് കുമാറിന്റെ കൂടിക്കാഴ്ച. അങ്ങനെ വ്യക്തിപരമായ കൂടിക്കാഴ്ച നടത്തിയതിന്റെ പേരിൽ ഉദ്യോഗസ്ഥർ നടപടിയെടുക്കാനാകുമോ എന്നൊരു സംശയം നമുക്ക് അവിടെ സ്വാഭാവികമായും ഉയർന്നു വരും. അങ്ങനെയെങ്കിൽ അതിനും അജിത് കുമാർ
നടപടിക്കുള്ള സാധ്യത വളരെ കുറവാണ്. രാഷ്ട്രീയ ദൂതുമായി അദ്ദേഹം പോയിട്ടില്ല. വ്യക്തിപരമായി പോയതിൽ ഔദ്യോഗിക നിർവഹണത്തിന് തടസ്സമുണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ADGP എന്ന ചുമതല നിർവഹിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലത് ആ രീതിയിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ നടപടി ഉണ്ടാകൂ എന്ന സൂചനയാണ് മുഖ്യമന്ത്രി നൽകുന്നത്. സ്വാഭാവികമായും ഒരു ADGPക്ക് ഒരു RS നേതാവിനെ കാണാൻ പോകാൻ പാടില്ല എന്ന ഇന്ത്യൻ സർവീസ് ചട്ടങ്ങളുടെ ഒരിടത്തും, സിവിൽ സർവീസ് ചട്ടങ്ങളുടെ ഒരിടത്തും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കൂടിക്കാഴ്ച ആ രീതിയിൽ തെറ്റാവാൻ സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ അതിന്റെ പേരിലും അജിത്കുമാർ നടപടി ഉണ്ടാകില്ല. അജിത്കുമാർ നടപടി ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഈ അനധികൃത സ്വത്ത് സമ്പാദന ആരോപണം, ഈ സ്വർണ്ണ പൊട്ടിക്കൽ സംഘങ്ങളുമായുള്ള അജിത്കുമാറിന്റെ ബന്ധമെന്ന അൻവറിന്റെ ആരോപണം, അതിലൊക്കെ സംസ്ഥാന പോലീസ് മേധാവിയുടെ അന്വേഷണ റിപ്പോർട്ട് കാത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി. അതിലെന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ മാത്രമേ അജിത്കുമാർ നടപടി ഉണ്ടാകൂ. പൂരം കലക്കൽ സ്വാഭാവികം അജിത്കുമാർ അന്വേഷിക്കുന്നത്, അവിടെ അദ്ദേഹത്തിന്റെ ഒരു ശുപാർശ ആ രീതിയിൽ ഉണ്ടാകാനിടയില്ല. ഏതായാലും അരുണിന് ഇവിടുന്ന് അങ്ങോട്ട് തിരക്കുള്ള ദിവസങ്ങളായിരിക്കും. സ്വാഭാവികമായി മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും അതിനോട് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണവും ഒക്കെ വന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങളും പരസ്പരമുള്ള വാഗ്വാദങ്ങളുമൊക്കെ ഉണ്ടാകും. അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് നൽകാനും കഴിയും. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കും ADGP MR അജിത് കുമാറിനും എതിരെ ഇന്ന് രാവിലെയും ഗുരുതരമായ ആരോപണം PV അൻവർ ഉന്നയിച്ചിരുന്നു. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് P. ശശിയാണ്. P. ശശിക്ക് വേറെ അജണ്ടയുണ്ടെന്നും മുന്നണിയെ പ്രതിസന്ധിയിലാക്കി ശശി സർക്കാരിനെ മാനം കെടുത്തിയതായും അൻവർ തുറന്നടിച്ചു. പോലീസിൽ എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ കാലത്തും. പക്ഷേ അവരെ ഒതുക്കി നിർത്തുക, അവരെ കൺട്രോൾ ചെയ്യുക എന്നതാണ് ആ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്തമാണ് ഇവിടെ നിർവഹിക്കപ്പെടാതെ പോയത്. ആ ഉത്തരവാദിത്തം നിർവഹിക്കപ്പെടാതെ പോയത് കൊണ്ടാണ് ഈ ഒരു പരിതസ്ഥിതിയിലേക്ക് പോലീസ് സേന ആകെ അപമാനം സഹിക്കേണ്ട ഗതികളിലേക്ക് എത്തിയത്. അതിന് ഈ പാർട്ടിയും ഈ ഗവൺമെൻറ്റും സമാധാനം പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചത് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ 100% അദ്ദേഹത്തിൻ്റെ നിരുത്തരവാദിത്തമാണ്, ഇറസ്പോൺസിബിലിറ്റി. അങ്ങനെ ഇറസ്പോൺസിബിളായ ഒരാളെ അവിടെ വെക്കുന്നത് ശരിയാണോ എന്നതാണ് ഞാൻ ഉന്നയിക്കുന്ന മറ്റൊരു വിഷയം. യെസ്, അവിടെ കൊണ്ടും തീർന്നില്ല. തൃശ്ശൂർ പൂരം കലക്കിയത് അല്ല, ADGP കലക്കിച്ചതാണ് എന്ന് അൻവർ ആരോപിച്ചു. സോളാർ കേസ് അജിത് കുമാർ പണം വാങ്ങി അട്ടിമറിച്ചു. കൈക്കൂലി പണം കൊണ്ട് അജിത് കുമാർ തിരുവനന്തപുരം പട്ടത്ത് ഫ്ലാറ്റ് വാങ്ങി. അജിത് കുമാർ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയതായും പോലീസ് ഓഫീസർമാർ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയതിൻ്റെ തെളിവുകൾ കയ്യിലുണ്ടെന്നും അൻവർ പറഞ്ഞു. ആ പൂരം കലക്കാൻ ഒരു സാധാ പോലീസ് ഓഫീസർക്ക് ധൈര്യം വരുമോ? അപ്പോൾ ആരാ അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്? എങ്ങനെയാണ് അത് കലക്കേണ്ടതെന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഒരുപാട് ആക്ടിവിറ്റിയാണല്ലോ പൂരവുമായി ബന്ധപ്പെട്ടത്. വെറും ചെണ്ടകൊട്ടൽ മാത്രമല്ലല്ലോ തൃശ്ശൂർ പൂരം. ഓരോന്നും എങ്ങനെയാണ് സുരേഷ് ഗോപി അവിടെ എത്തുന്നത്? ബഹുമാനപ്പെട്ട രാജ്യൻ മിനിസ്റ്റർ അടക്കമുണ്ടായി ഇടപെട്ടിട്ട്, ഒരു മന്ത്രി ഉൾപ്പെടെ ഇടപെട്ടിട്ട് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത പോലീസ് ഓഫീസർ സുരേഷ് ഗോപി വരുമ്പോൾ ഈ ചിത്രം തന്നെ മാറുകയാണ്. അപ്പം അത് കലക്കിയതല്ല, കലക്കിച്ചതല്ലേ. ഈ ക്രിമിനൽ ആക്ടിവിറ്റിയിലൂടെ അദ്ദേഹം ഒരുപാട് സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ ഇപ്പം നിങ്ങൾ തന്നെ നേരിട്ട് പോയി ഞാൻ പറഞ്ഞ കാര്യത്തിൽ കണ്ടെത്തിയത് കവടയാറിലെ കൊട്ടാര സമാനമായ വീടാണ്. എങ്ങനെയാണ് ഒരു പോലീസ് ഓഫീസർ ഇവിടെ സ്വത്ത് സമ്പാദിക്കുന്നത്, എങ്ങനെയാണ് കള്ളപ്പണം വെളുപ്പിക്കുന്നത് എന്നതിൻ്റെ നേർരേഖയാണ് എൻ്റെ കയ്യിലുള്ളത്. അന്നത്തെ ആ ഫ്ലാറ്റിൻ്റെ വില എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ 55 തൊട്ട് 65 ലക്ഷം രൂപയാണ്. അതാണ് ഒരു വൈറ്റ് മണി ഉള്ള ഒരാളെ കണ്ടെത്തി അവർക്ക് 33 ലക്ഷം രൂപക്ക് വാങ്ങുന്നതായി റെക്കോർഡ് ഉണ്ടാക്കുന്നു. സർക്കാരിലേക്ക് അതിൻ്റെ ഫീസ് അടക്കുന്നു. അത് കഴിഞ്ഞ് 62 ലക്ഷം രൂപക്ക് 100% പ്രോഫിറ്റിൽ 10 ദിവസം നിൽക്കുന്നു. ഇതെവിടെയും നടക്കുമോ? ലോകത്ത് എവിടെയെങ്കിലും നടക്കുമോ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്ലാറ്റുകാർ ഇനി ഇത് വെറുതെ കൊടുത്താണോ, ഈ കൈക്കൂലി പണം കൊണ്ട് വാങ്ങിയതാണോ? ഇതൊക്കെ വിജിലൻസ് അന്വേഷിക്കട്ടെ. കൈക്കൂലി സോളാർ കേസിൽ വയറ് നിറയെ അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളത് 1000% ഉറപ്പാണ്. മലപ്പുറത്ത് നിന്ന് CV അനുമോദ് എനിക്കൊപ്പം ചേരുന്നുണ്ട്. CV അനുമോദ്, മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം അനുമോദും കേട്ട് കാണും. അൻവറിനെ മുഖ്യമന്ത്രി അങ്ങനെ മുഴുവനായി മുഖവിലേക്ക് എടുക്കുന്നില്ല. P. ശശിയുടെ കാര്യത്തിൽ ഒട്ടും എടുക്കുന്നില്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഇത് ഒരുപക്ഷെ മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ തന്നെ അൻവറിനോട് അദ്ദേഹം ഈ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടാകണം. എന്നിട്ടും
അൻവർ PV അൻവർ ശക്തമായി തൻ്റെ ആരോപണങ്ങൾ ഓരോ ദിവസവും ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് എന്തു മനസ്സിലാക്കണം? അൻവർ ഈ വിഷയത്തിൽ ശക്തമായി പോർമുഖത്ത് ഉറച്ചു നിൽക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്നതല്ലേ? മനു, ഈ ഒരു ദിവസത്തിൽ മാത്രമല്ല, അദ്ദേഹം ആരോപണങ്ങളെല്ലാം തന്നെ ഉന്നയിക്കുന്നത് ആഭ്യന്തര വകുപ്പിനെതിരെയാണ്. മുഖ്യമന്ത്രിക്ക് എതിരെ അദ്ദേഹം പേരെടുത്ത് പറഞ്ഞെങ്കിൽ പോലും ആഭ്യന്തര വകുപ്പിന്റെ കൈകാര്യം ചെയ്യുന്നതെല്ലാം വലിയ അബദ്ധമാണ്. P ശശിയാണ് ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നത്. ഇത് ആഭ്യന്തര വകുപ്പിലുണ്ടായ വീഴ്ചകൾ എണ്ണമിട്ടാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. അന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രി ഇതിൽ കൃത്യമായ പ്രതികരിക്കും, മുഖ്യമന്ത്രിയുടെ ഒരു പിന്തുണ ഉണ്ടാകുമെന്നാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അത് മുഴുവൻ ഇല്ലാതെയാവുന്ന ഒരു സാഹചര്യമാണ് വന്നു ചേർന്നിരിക്കുന്നത്. PV അൻവർ MLA-ക്കെതിരെ മുഖ്യമന്ത്രി എടുത്ത നിലപാട് പ്രഥമ ദൃഷ്ട്യാ അൻവറിന്റെ വാദങ്ങൾ, ആരോപണങ്ങൾ അത് വിശ്വസിക്കാൻ കൊള്ളുന്നതല്ല, സ്വീകരിക്കാൻ കൊള്ളുന്നതല്ല, അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളത് തന്നെയാണ്. P ശശി അദ്ദേഹത്തിന്റെ ക്ലീൻ ചിറ്റാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. അതായത് വിശ്വസിക്കാൻ കൊള്ളാത്തവൻ പാർട്ടിയെയും സർക്കാരിനെയും ഇടയിൽ പാലമായി നിന്ന് അവർക്ക് ഇടയിൽ നിന്ന് കർത്തവ്യം നിർവഹിക്കേണ്ടയാൾ വലിയ വിശ്വാസവഞ്ചന കാണിച്ചുവെന്ന അൻവറിന്റെ ആരോപണം മുഖ്യമന്ത്രി തള്ളിക്കളയുകയാണ്. അൻവറിന്റെ ഈ ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം തന്നെ അവിടെ മുനയൊടിഞ്ഞിരിക്കുന്ന സാഹചര്യം. രണ്ടാമത് സ്വർണ്ണക്കടത്ത് കേസ്. സ്വർണ്ണക്കടത്ത് കേസിൽ അൻവർ പോലീസിനെതിരെ ഉന്നയിച്ച ആക്ഷേപങ്ങളൊന്നും തന്നെ ഇപ്പോൾ അത് ശരിയാണെന്ന് തോന്നുന്നില്ല എന്ന തരത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണവും. അതാണ് അനുമോദ് പറഞ്ഞ ആ കാര്യം വളരെ പ്രധാനപ്പെട്ടാണ്. സ്വാഭാവികമായും അനുമോദും നമ്മളൊക്കെ ഈ സ്വർണ്ണക്കടത്തും അതുമായി ബന്ധപ്പെട്ട് പിടികൂടുന്ന വാർത്തകളും ഒക്കെ നൽകുന്നുണ്ട്. ആ ഘട്ടത്തിലൊക്കെ പുറത്തു വരുന്നൊരു കാര്യം, ഈ സ്വർണം പിടിക്കുന്നു, അതൊരു മിശ്രിത രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ അത് പേസ്റ്റ് രൂപത്തിൽ എവിടെയെങ്കിലും വസ്ത്രത്തിൽ തേച്ചോ ഒക്കെയാണല്ലോ കൊണ്ടുവരുന്നത്. പിന്നീട് അത് പിടിക്കുന്നപ്പോൾ ഉണ്ടാകുന്ന വെയിറ്റ് അല്ല, പിന്നെ അത് സ്വർണം വേർതിരിച്ചെടുത്തതിൻ്റെ വെയിറ്റ് പലപ്പോഴും കസ്റ്റംസ് ഉദ്യോഗസ്ഥരും ഒക്കെ നമുക്ക് നൽകാറുണ്ട്. പിടിച്ചപ്പോൾ ഉണ്ടായത്, വേർതിരിച്ച് എടുത്തപ്പോൾ കിട്ടിയത് എന്നൊക്കെയുള്ള തരത്തിൽ. അങ്ങനെ വന്നിട്ടുള്ള സംഭവങ്ങൾ മാത്രമാണോ അവിടെ ഉള്ളത്? മുഖ്യമന്ത്രി അങ്ങനെയാണ് പറയുന്നത്. അത് വേർതിരിച്ചെടുക്കുമ്പോൾ ആദ്യം പിടിച്ച വെയിറ്റ് ഉണ്ടാകില്ല, അത് ശരിയുമാണ്. ആ വാർത്തകളിൽ നമ്മൾ പലപ്പോഴും അങ്ങനെ തന്നെ നൽകിയിട്ടുമുണ്ട്. അത് മാത്രമാണോ അൻവർ ഒരു വലിയ വിഷയമായി ഉന്നയിക്കുന്നത്? എന്താണ് അൻവറിന് ഇത് സംബന്ധിച്ച് പൊതുവെ പറയാനുള്ളത്? അതായത് മനു, ഈ ഒരു വിഷയത്തിൽ അൻവർ ആദ്യഘട്ടത്തിൽ നമ്മൾ ആരോപണം ഉന്നയിച്ചിരുന്നത് മലപ്പുറം SP ശശിധരനെതിരെയായിരുന്നു. അതിനുശേഷമാണ് സുജിത് ദാസിന്റെ ഒരു ഫോൺ കോൾ വരികയും അൻവറിന് അത് ആയുധമാവുകയും അൻവർ അതുപയോഗിച്ച് അടുത്ത ലക്ഷ്യമായ അജിത് കുമാറിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. തനിക്ക് ആവശ്യമുള്ളത് സുജിത് ദാസിനെ കൊണ്ട് അൻവർ ആ സപ്പോർട്ട് സംഭാഷണത്തിൽ പറയിപ്പിക്കുന്നതാണെന്ന് കേട്ടാൽ നമുക്ക് മനസ്സിലാകും. അങ്ങനെ അജിത് കുമാറിനെ ഉന്നമിട്ട് അജിത് കുമാറിനെതിരെയാണെങ്കിൽ ആക്ഷേപങ്ങൾ ഒരുപാട് ഉയർത്താനുള്ള സാധ്യത ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായ ഒന്നായി സ്വർണ്ണക്കടത്തിനെ അൻവർ കൊണ്ടുവരുന്നു. അൻവറിന് ഇത്തരത്തിലുള്ള വിവരങ്ങൾ പലതും അൻവറിന്റെ കൈവശമുണ്ടെന്ന് പറയുന്നു. പക്ഷേ അൻവർ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്ന് നിയമവിജ്ഞർ തന്നെ പറഞ്ഞിരുന്നു. കാരണം പോലീസിന് ഈ ഒരു വിവരം കൊടുത്താൽ 15% കമ്മീഷൻ കിട്ടുമായിരുന്നു. അതിനൊഴിവാക്കി എന്തിനാണ് പോലീസ് സ്വർണം പിടിച്ച് അതിന്റെ ലാഭം എടുക്കാൻ നോക്കിയത്? പക്ഷേ അങ്ങനെ പോലീസിന് കമ്മീഷൻ കിട്ടില്ല എന്നാണ് നിയമജ്ഞരൊക്കെ അന്ന് പറഞ്ഞിട്ടുള്ളത്. അന്ന് തന്നെ അൻവർ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതല്ല എന്ന ഒരു നിഗമനം ഉണ്ടായിരുന്നു. അതിലേക്ക് തന്നെയാണ് മുഖ്യമന്ത്രിയും വന്നെത്തിയിരിക്കുന്നത്. പോലീസിനെതിരെയുള്ള സ്വർണം പൊട്ടിക്കൽ ആക്ഷേപം, ആ ആരോപണം പ്രഥമ ദൃഷ്ട്യാ തള്ളിക്കളയുകയാണ് മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത്. ഇനി അതിൽ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നുള്ളത് തന്നെയാണ്. ഒരിക്കലും പഴയ പോലെ സ്വർണ്ണ ബിസ്ക്കറ്റായിട്ടൊന്നുമല്ല കൊണ്ടുവരുന്നത്. സ്വാഭാവികമായിട്ടും പോലീസിനെ സംബന്ധിച്ച് ഈ മിശ്രിത രൂപത്തിലുള്ള സ്വർണം കോടതിയിൽ ഹാജരാക്കാൻ കഴിയുകയില്ല. അവർ ചാർജ് ചെയ്യുന്നത് CRPC പ്രകാരമുള്ള മോഷണ കുറ്റത്തിനുള്ള വകുപ്പുകളാണ്. അത് എന്താണോ മോഷ്ടിച്ചതെന്ന് കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്, കോടതിക്ക് മുമ്പിൽ തെളിയിക്കേണ്ടതുണ്ട്. അപ്പോൾ സ്വർണ്ണം മിശ്രിതമാണെങ്കിൽ മിശ്രിതം മാറ്റി സ്വർണം എത്ര ഗ്രാം ഉണ്ടോ അത് വേണം കോടതിയിൽ ഹാജരാക്കുവാൻ. അപ്പോൾ അതിനുള്ള നടപടികളാണ് പോലീസ് സ്വീകരിക്കുന്നതാണ് പോലീസ് വിശദീകരിക്കുന്നത്. അതിനെയാണ് ഈ സ്വർണം പൊട്ടിക്കലുമായിട്ട് പോലീസിന് ബന്ധമുണ്ട് എന്ന തരത്തിലേക്ക് ആക്ഷേപങ്ങൾ ഉയരുകയും പലതവണ സ്വർണ്ണക്കടത്തിൽ പിടിയിലായിട്ടുള്ളവർക്ക് പിന്നെ ഈ ഒരു തെറ്റ് ചെയ്യാത്തവരാണ് തങ്ങളെന്നും തങ്ങളെ പോലീസ് പിടികൂടി പീഡിപ്പിക്കുകയായിരുന്നു എന്നൊക്കെ പരാതികൾക്കായി മുന്നോട്ട് വരികയും അത്തരത്തിൽ ഒരു കാലത്ത് ഈ മോഷണക്കുറ്റത്തിനും കള്ളക്കടത്തിനും സ്വർണ്ണക്കടത്തിനും ഒക്കെ പിടികൂടിയവരൊക്കെ പിന്നീട് വളരെ ഈ പോലീസ് തങ്ങളെ മുഴുവൻ ദ്രോഹിക്കുന്ന നിലപാട് സ്വീകരിച്ചത് ഈ പോലീസിന് ഗൂഢാലോചന കാരണമാണെന്ന് പറയുന്ന തരത്തിലേക്ക് വാർത്തകൾ വരാൻ തുടങ്ങുകയാണ്. സ്വാഭാവികമായിട്ടും ഇതിനെയൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, ഇത്തരം തെറ്റായ പ്രവണതകളെ, അതായത്
കുറ്റവാളികളെ മഹത്വവൽക്കരിക്കുന്ന തരത്തിലുള്ള പ്രവണത അംഗീകരിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും താല്പര്യങ്ങളുണ്ടോ, മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇതില് നമ്മുടെ ഈ സ്പോട്ട് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകൻ അദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് അയക്കുകയാണ്. അൻവർ ശശിയായി, ശശി ആരായി എന്നാണ് ഈ പ്രേക്ഷകൻ ചോദിക്കുന്നത്. ഏതായാലും അൻവർ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പിന്തുണയില്ല അൻവറിന് എന്ന കാര്യം വ്യക്തമായി കഴിഞ്ഞു. ഈ സംശയം ആദ്യഘട്ടത്തിൽ തന്നെ പലരും ഉന്നയിച്ചിരുന്നു. കാരണം മുഖ്യമന്ത്രിയെ കണ്ട് ഇറങ്ങിയ അൻവർ പിന്നീട് ആ ദിവസം വലിയ തോതിൽ വാചാലനായില്ല. അദ്ദേഹം പറഞ്ഞു എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്, ഇനി അന്വേഷിക്കട്ടെ, അത് നടക്കട്ടെ, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിൽ എൻ്റെ ദൗത്യം കഴിഞ്ഞുവെന്ന്. പക്ഷേ പിറ്റേ ദിവസം പാർട്ടി സെക്രട്ടറിയെ കണ്ട അൻവർ നിലപാട് മാറ്റുന്നു. കുറെ കൂടി ശക്തനായി കഴിഞ്ഞ ദിവസത്തെ ശരീരഭാഷയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശരീരഭാഷ അൻവറിൽ കാണാൻ നമുക്ക് കഴിയുന്നു. അദ്ദേഹം ഉന്നയിച്ച പരാതി കൂടുതൽ ശക്തമായി അവിടെ ഉന്നയിക്കുകയാണ്. അപ്പോൾ അൻവറിന് മുഖ്യമന്ത്രിയുടെ പിന്തുണയില്ല എന്ന് ആദ്യ ദിവസം തന്നെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട് കാണണം. പക്ഷേ മറ്റാരൊക്കെയോ പിന്തുണ കൊടുക്കുന്നു എന്നത് അടുത്ത ദിവസങ്ങളിലും ബോധ്യപ്പെട്ട് കാണണം. അങ്ങനെ കൂട്ടി വായിക്കാൻ നമുക്ക് ഈ ഘട്ടത്തിൽ കഴിയുമോ? മനു, അൻവറിന്റെ പാർട്ടിയിലെ വലിയൊരു വിഭാഗത്തിന് പിന്തുണയുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. നമ്മൾ ഓരോ ദിവസം അൻവറിനോട് കാണുമ്പോഴും ഇത് പാർട്ടി, താങ്കൾ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളൊക്കെ പാർട്ടി അന്വേഷിച്ച് അതിൽ പിന്തുണ തരുമോ എന്ന് ചോദിക്കുമ്പോൾ പാർട്ടി എന്ന് വെച്ചാൽ ജനങ്ങളാണ്, നേതാക്കളല്ല എന്ന തരത്തിലാണ് അദ്ദേഹം ഇന്നലെ പോലും നമ്മളോട് സംസാരിച്ചത്. ജനങ്ങളുടെ ആവശ്യമാണ് താൻ പറയുന്നത്, ജനങ്ങളിൽ ഭൂരിഭാഗമാണ് പാർട്ടിയിലുള്ളവർ, അതുകൊണ്ട് തന്നെ ജനങ്ങൾ പറയുന്നത് പാർട്ടി കേൾക്കും. അങ്ങനെ ഒരു നേതാക്കൾ അംഗീകരിക്കുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടിയായിട്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു മറുപടി പറഞ്ഞത്. അതായത് അൻവറിന് കൃത്യമായിട്ട് അറിയാം പാർട്ടിയിലെ ഒരു വിഭാഗം ഇതിനെ സൈലൻ്റ് ആയിട്ട് അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നുണ്ട്. അദ്ദേഹത്തിന് സാമൂഹ്യ മാധ്യമം കിട്ടുന്ന പിന്തുണ നമുക്ക് അറിയാം. അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ സൈബർ ഇടങ്ങളിൽ അദ്ദേഹത്തിന് കിട്ടുന്ന പിന്തുണ അറിയാം. അപ്പോൾ പാർട്ടിയിലെ വലിയൊരു വിഭാഗത്തിൻ്റെ പിന്തുണ, ഇടത് അനുഭാവികളുടെ ഒരു വലിയ വിഭാഗത്തിൻ്റെ പിന്തുണ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഇത് പാർട്ടിക്ക്, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അതിൻ്റേതായ പരമ്പരാഗത ശൈലിയിൽ മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനത്തിന് പാർലമെൻ്ററി നേതാവ് എന്ന നിലയിൽ അൻവർ നടത്തുന്ന രീതിയിലുള്ള ശ്രമങ്ങൾ ഒരിക്കലും അംഗീകരിക്കാനാകില്ല. അൻവറിന് പരാതി ഉണ്ടെങ്കിൽ അത് ഔദ്യോഗികമായിട്ട് പാർട്ടി ശൈലിയിൽ തന്നെ എഴുതി തരേണ്ടതായിരുന്നു. പക്ഷേ അൻവർ അതല്ല ചെയ്തത്. അൻവർ പാർലമെന്ററി നേതാവെന്ന രീതിയിൽ അങ്ങനെ ആയിരുന്നില്ല പെരുമാറേണ്ടിയിരുന്നത് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അൻവറിന്റെ നടപടിക്രമങ്ങൾ പാർട്ടിക്ക് സ്വീകരിക്കാൻ കഴിയുന്നതല്ല. ഇവിടെ ഒരു ചെറിയൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ADGPക്കെതിരായ പരാതിയിൽ ഷൊർണൂർ PWD റെസ്റ്റ് ഹൗസിൽ PV അൻവറിന്റെ മൊഴി എടുക്കുന്നുണ്ട്. അവിടെ തൃശൂർ റേഞ്ച് DIGയുടെ നേതൃത്വത്തിലാണ് മൊഴിയെടുപ്പ് നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രതികരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് അൻവർ പറഞ്ഞു. ആ പരാമർശം കേൾക്കാം, എന്നിട്ട് ഞാൻ അനുമോദിലേക്ക് വരാം. ഇക്ബാലെ മൈക്കോണക്ക് ഇക്ബാലെ മുഖ്യമന്ത്രി പറയുന്നത് മൊഴിയെടുപ്പിന് വേണ്ടി വന്നതാണ്. ശശി അതേപോലെ തന്നെ ADGP MR അജിത് കുമാർ 5 മണിക്ക് ഞാൻ പറഞ്ഞു, ഞാൻ കേൾക്കാത്ത കാര്യം എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അല്ല, മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിൽ പി ശശിയെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കുന്ന രീതിയിലായിരുന്നു. അപ്പോൾ എനിക്കറിയില്ല, നിങ്ങൾ പറയുന്നത് അങ്ങനെ പറയാൻ പറ്റുമോ? ഞാൻ കണ്ടില്ലല്ലോ. ഈ മൊഴിയോടൊക്കെ എന്ത് വിഷയത്തിലായിരുന്നു ഇന്നത്തെ മൊഴിയോടൊക്കെ? നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങളോടൊപ്പം പരാതിയിലായിരുന്നോ ഇന്നത്തെ മൊഴിയോട്? അനുമതി, അതാണ് ADGPക്കെതിരായ പരാതിയിലാണ് അൻവർ PWD റെസ്റ്റ് ഹൗസിൽ മൊഴി നൽകുന്നത്. അപ്പോൾ അവിടെ മുഖ്യമന്ത്രി പറഞ്ഞത് താൻ കേട്ടിട്ടില്ല എന്ന് അൻവർ പറയുമ്പോൾ അത് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുമോ? സ്വാഭാവികമായി ഇന്നലെ തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതാണ് താൻ നാളെ മാധ്യമങ്ങളെ കാണും എന്ന്. അത് എല്ലാ മാധ്യമങ്ങളിലും വാർത്തയായി വന്നതാണ്. മുഖ്യമന്ത്രി മൗനം ഭഞ്ജിക്കുന്നു എന്ന തരത്തിൽ അത് വലിയ തലക്കെട്ടായതാണ്. സ്വാഭാവികമായും ഇന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ വിഷയം അനുമോദിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ ശിരൂരിൽ നിന്ന് ഉള്ള വാർത്തകൾ വരുന്നുണ്ട്. സതീഷ് മാധ്യമങ്ങളെ locks and all it is there, no? That also we will try till 7 o'clock. Okay. And now the spud also, it is 8-meter draft what we are getting. I told the boat people we will weld one more spud for that, and we will try fully until we get the success. I am telling it is not a success, it is just for respect for the department and the particularly soul. And all three bodies, I have told you from yesterday also, it is all 3 persons, they are not eating in their houses peacefully because here there is a system. I don't know about Kerala. Here there is a system. Unless until you make buried or whatever
burnt bones. You have to put in the river Sangam. Sangam means where river and where sea junction comes. Or else we are going to Tirth Yatra and we are making that puja. Sir, exactly. Is there any image which has been... Why your image you are asking? No, actually. I am telling you within 2 hours we are here. Yeah. We will do and we will get a result. Sir, actually, how this item will be pulled out using the... That is our machinery's idea planning. Yeah. If I told you something and if you have done something, then you will tell Baba, how you have told this? Yesterday my brother has asked, why you have delayed? See, that is not correct. Okay. But you have to, 100% you have to be very sure that we have not stopped our work. Our government is with us, our administration department is with us, our police department is with us. We are doing our best efforts and government has given full liberty to do this job. Okay? And we will do that without any problem. And you know that our Kerala MLA today, he is not there? Where is he? He is also from the day one he is here. Okay. We will 100% will get the success and we got the tire and all these things. Okay. We will do that and we'll give the information and what we thought and what you are requested to the department that you give the scope to stay that side. Then we have discussed and we have told we will give you here only. From here you can visible, you can take and you can give the full work what we are doing that you can see from your own and all Kerala people and all Karnataka people also can see it. Okay? 1 minute. കാർവാർ MLA ആണ് മാധ്യമങ്ങളെ കണ്ടത്. ഏതായാലും ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ കുറച്ച് മണിക്കൂറുകൾക്കകം വ്യക്തമാകും എന്ന് MLA പറയുന്നു. Time news, so that you are telling the people of the Kerala that what the government of Karnataka is doing, leadership of our beloved MLA sir, and also district administration is from the first day we are there to rescue the who are the people are alive. After this disaster happened, and we put all the efforts in the entire rains, and we are availed all the facilities available to find out the lorry and other bodies. But because of rain and some misinformation from the what you call that Ranjit Israel, somebody came and he spoiled entire our operation. It is delayed by 3 days. Otherwise, that day only we have able to find that lorry. Now day only it is the same thing. Because of that misinformation, it is well done. But government of Karnataka and Honorable CM of Kerala was requested, and PWD Minister sir came here. Our MLA Ashraf sir, day and night they are here. They understand the situation, and they given us free hand. Now with the all technical help, now water is receded, rains are stopped, and clear picture of the images has came from our thing. All the conventional knowledge, MLA sir correctly assessed the probable location of the lorry. So this bringing the dredging mission, dredging mission, bringing here with Kerala, no, that is not came. But government of Karnataka disaster management continuously followed, and we have port department contacted Goa port department. We have find out this dredger and the technology, and we Karnataka government paid 80 lakh rupees to get that mission here, and for that mission coming over here it took 84 hours, and with this water our hand only. See, it resolves the government of Karnataka or government of India. Whenever people are in the distress and the calamities, it is our duty to fulfill, duty to do, and government of Karnataka is resolved to till our results are came. We are there and we have to work. And Honorable MLA sir given extra 45 lakh rupees if this operation is not going to continue till the 3 bodies are found. So that for the continuation, Honorable MLA sir and our district minister sir and revenue minister sir given additional 45 lakh funds to strengthen us. Our own MLA fund, MLA Karwar sir given, and you asked some 10 lakh rupees from IRB and NHI. Everybody is from other companies. Our companies sir was requested, so that even though
we are bound to do because of expertise and everything. It is delayed. It is delayed because of the expertise, not that we are not stopped everything. So that I kindly request the Honorable Kerala media to tell the truth to the people. We are with the people of the Kerala. യെസ്, അതാണ് ശിരൂരിൽ നിന്നുള്ള പ്രതികരണം. ഈ മൂന്ന് പേരെയും കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്ന് അവിടുത്തെ ജില്ലാ ഭരണകൂടവും MLAയും വ്യക്തമാക്കുന്നു. അവരെ കണ്ടെത്തുക തന്നെ വേണം. ഒപ്പം ഇതിൻ്റെ വിശദാംശങ്ങൾ കൂടി ഇനി പുറത്തു വരേണ്ടതുണ്ട്. നേരത്തെ തന്നെ ഈ ദൗത്യം തീരുമായിരുന്നു. പക്ഷേ അതിന് ഇടയിൽ ഉണ്ടായ ചില കാലാവസ്ഥാ പ്രശ്നങ്ങളും ചില ആളുകൾ വഴിതെറ്റിച്ചതിനെയൊക്കെ തുടർന്നാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്ന് അവിടുത്തെ അധികൃതർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകർക്ക് നൽകേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് മടങ്ങിയെത്താം. എന്താണ് നിങ്ങൾ സ്പോട്ട് ലൈവ് തുടരുന്നു. കർണാടക ഷിരൂരിലെ ഗംഗാവലിപ്പുഴയിൽ നടത്തിയ തിരച്ചിലിൽ ലോറി കണ്ടെത്തി. ന്യൂസ് 18 ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത്. ഇത് അർജുൻ്റെ ലോറി തന്നെയാണോ എന്ന സ്ഥിരീകരണമാണ് ഇനി ആവശ്യം. തലകീഴായി മറിഞ്ഞ നിലയിലാണ് അവിടെ ഒരു ലോറി ഉള്ളത്. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ നടത്തിയ തിരച്ചിലിലാണ് അവിടെ ഒരു ലോറി കണ്ടെത്തിയത്. അവിടെ നിന്ന് KV ബൈജു നമുക്കൊപ്പം ചേരും. KV ബൈജു, ഈ ലോറി, അങ്ങനെ ഒരു ലോറി അതിനടിത്തട്ടിലുണ്ട് എന്ന് മാൽപേ അവിടെ നിന്ന് കണ്ടെത്തുന്നു. ബൈജുവാണ് അതാദ്യം പുറത്ത് വിടുകയും ചെയ്യുന്നത്. ഈ ലോറി അർജുൻ സഞ്ചരിച്ച ലോറിയാണോ എന്ന സ്ഥിരീകരണം വരേണ്ടതുണ്ട്. പക്ഷേ ഒരു ആശ്വാസത്തിൻ്റെ വാക്കുകൾ ആണ് അവിടെ നിന്ന് വന്നിട്ടുള്ളത്. എത്ര സമയം കൊണ്ട് നമുക്കിത് പൂർണ്ണമായി സ്ഥിരീകരിക്കാനാകും? തീർച്ചയായും മനു ഭരത്, ഈ ലോറി കണ്ടെത്തി എന്ന വാർത്ത ആദ്യം ന്യൂസ് 18 പുറത്തുവിടുന്നു. ഇപ്പോഴും ഇത് അർജുന്റെ ലോറിയാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. അതുതന്നെയാണ് അല്പസമയം മുമ്പ് സതീഷ് സെൽ MLAയും വ്യക്തമാക്കിയത്. എന്തായാലും അദ്ദേഹം ഈ ലോറിയുടെ ടയർ കണ്ടെത്തിയെന്ന ഒരു സ്ഥിരീകരണം അദ്ദേഹം നൽകിയിട്ടുണ്ട്. എന്തായാലും മനു ഭരത് ചോദിച്ചതുപോലെ തന്നെ അല്പസമയത്തിനകം നമുക്ക് ഇതിനൊരു സ്ഥിരീകരണം ലഭിക്കും. കാരണം ഇപ്പോൾ അണ്ടർഗ്രൗണ്ട് ക്യാമറയുമായി മാൽപേ, നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ പോകാം, ആ ദൃശ്യങ്ങൾ കൃത്യമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എല്ലാ ഉദ്യോഗസ്ഥരും, അതായത് കലക്ടറും SP-യും MLAയും ഉൾപ്പെടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ഇപ്പോൾ ഈ വിവരം അറിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും നമ്മളാണ് ഒരുപക്ഷെ ആദ്യത്തെ നമ്മുടെ അർജുന്റെ ലോറി കണ്ടെത്തിയെന്ന ഒരു വാർത്ത നൽകിയ അതേ സ്ഥലത്ത് വെച്ച് ഇപ്പോൾ ഈ തലകീഴായി തന്നെ, അന്ന് നൽകിയ അതേ വിവരം അനുസരിച്ചുള്ള തലകീഴായി തന്നെ ലോറി ഇപ്പോൾ കണ്ടെത്തിയെന്ന ഏറ്റവും ശുഭകരമായ വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും ഇനി നമുക്കറിയേണ്ടത് അത് നമ്മുടെ അർജുന്റെ ലോറിയാണോ എന്നതാണ്. എന്തായാലും സതീഷ് സെൽ MLA വ്യക്തമാക്കുന്നത് ഏത് സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കും ഇത് ഈ ലോറി പുറത്തേക്ക് എടുക്കാൻ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. അതിനായി ഇപ്പോൾ ഡ്രഡ്ജിങ്ങിന്റെ പ്രവൃത്തികളൊക്കെ ഇപ്പോൾ നിർത്തിവെച്ചിട്ടുണ്ട്. ഇനി ഈ ലോറി പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമമാണ് ഇനി ഉണ്ടാവുന്നത്. അതിനു മുൻപ് തന്നെ ഏത് ലോറിയാണെന്നത് സംബന്ധിച്ച് അല്പസമയത്തിനകം തന്നെ സ്ഥിരീകരണം ലഭിക്കും. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റേതെങ്കിലും ലോറി ഇത്തരത്തിൽ ഈ പുഴയിൽ പതിച്ചതായി ഏതെങ്കിലും തരത്തിൽ ഒരു വിവരം ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് അർജുന്റെ ലോറിയാകാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത്. പക്ഷേ അതിന് ഒരു സ്ഥിരീകരണം നൽകാൻ MLA ഇപ്പോൾ തയ്യാറായിട്ടില്ല. എന്തായാലും മനാഫ് ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് ഈ ലോറി അർജുന്റേതാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. എന്തായാലും ഈ വളരെ നിർണായകമായ മണിക്കൂറുകളിലാണ് ശിരൂർ, അതായത് ഗംഗാവലിപ്പുഴ ഈ കടന്നു പോകുന്നത്. ഇന്ന് അർജുന്റെ സഹോദരി അഞ്ജു ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെയൊക്കെ സാന്നിധ്യം ഇവിടെയുണ്ട്. ആ സമയത്താണ് ഇത്തരത്തിൽ തൽക്കാലം ഒരു ആശ്വാസമായ ഒരു വാർത്ത എന്ന് പറയാം. പക്ഷേ ഒരു സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. അപ്പോഴും ഈ ലോറി ഏത് അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ടയർ ഭാഗം മാത്രമാണ് ഇപ്പോൾ കണ്ടത്. മാൽപേ നടത്തിയ തെരച്ചിലാണ്. ഇതിൽ ഏറ്റവും പ്രധാനം, മാൽപേക്ക് ഇന്ന് തെരച്ചിൽ നടത്താൻ അനുമതി ഉണ്ടായിരുന്നില്ല. 6 മണിക്ക് രാവിലെ തന്നെ നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടുകയും അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം, അതായത് 3 കുടുംബങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം താൻ തെരച്ചിലിനെത്തി. അത് മാത്രമല്ല, താൻ ഇവിടെ 10 ദിവസം ഉണ്ടാകും എന്ന് പറഞ്ഞാണ് അദ്ദേഹം തെരച്ചിലിനിറങ്ങിയത്. ഒരുപക്ഷെ ഒരു ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തെ തടയുന്ന പോലുള്ള കാര്യങ്ങളും നടന്നിരുന്നു. പക്ഷേ പിന്നീട് SP പെർമിഷൻ കൊടുക്കുകയും അയാൾ സ്വന്തം നിലയിൽ ഇന്ന് നേവിയോ SDRFോ NDRFോ അത്തരത്തിലുള്ള
ഉപയോഗിച്ചിട്ടുള്ള ഒരു സംഘങ്ങളും ഇന്നില്ല. ഇന്ന് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള ഒരു തെരച്ചിൽ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഈ മാൽപെ സ്വന്തമായി അദ്ദേഹത്തിന്റെ സംഘവും ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിനിടയിൽ തന്നെയാണ് ഈ അർജുന്റെ വാഹനത്തിന്റെ ഒരു തടിക്കഷ്ണം ലഭിക്കുന്ന ഉണ്ടായത്. അതും ഇതേ സ്ഥലത്ത് നിന്നാണ് കിട്ടിയത്. അവിടെ 250ഓളം ഇത്തരത്തിൽ തടിക്കഷ്ണങ്ങൾ ഉണ്ടെന്നാണ് മാൽപെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ആ തടിക്കഷ്ണങ്ങളെല്ലാം പുറത്തേക്കെടുക്കാൻ ഇപ്പോൾ തയ്യാറാകുന്നില്ല. അതിന് പകരം ഈ ലോറി ഇപ്പോൾ പുറത്തേക്കെടുക്കുക. എന്തായാലും ഇന്ന് നമുക്ക് ഒരു ദൃശ്യങ്ങളിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദൃശ്യം ആ ക്രെയിൻ നമ്മുടെ ഈ ഭാഗത്തേക്ക് വരുന്നു എന്നാണ്. ഒരു പക്ഷേ ആ ലോറി അല്പസമയത്തിനകം തന്നെ എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതാ ഒരു ക്രെയിൻ നമ്മുടെ ഈ ഭാഗത്തേക്ക് വരുന്നുണ്ട്, സംവിധാനങ്ങളെല്ലാം വരുന്നുണ്ട്. എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ലോറി എത്രയും പെട്ടെന്ന് പുറത്തേക്കെടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് ഇവിടെ നടക്കുന്നു എന്ന് വേണം പറയാൻ. ക്രെയിൻ സംവിധാനം ഇവിടെ എത്തിക്കഴിഞ്ഞു. സതീഷ് MLA വ്യക്തമാക്കിയത് അതാണ്. ഏത് രീതിയിലാണ്, ഏത് സംവിധാനത്തിലാണ് ഈ ലോറി പുറത്തേക്ക് എടുക്കുന്ന കാര്യത്തിൽ തീരുമാനം ഇപ്പോൾ പറയാൻ പറ്റില്ല എന്നാണ്. എന്തായാലും SP ഉൾപ്പെടെയുള്ള മുഴുവൻ സംവിധാനവും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്, കലക്ടറും എത്തിയിട്ടുണ്ട്. ഏതായാലും ഗംഗാവലി പുഴയിൽ വളരെ നിർണായകമായ മണിക്കൂറുകളിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. എന്തായാലും ഇന്ന് ആ ചോദ്യത്തിന് ഉത്തരം ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ലോറി കണ്ടെത്തുക എന്നത് സുപ്രധാനമായ ഒരു കാര്യമാണ്. അതിൽ നിന്ന് ഒരുപക്ഷെ നമുക്ക് അർജുനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടിയേക്കാം. ലോറിക്കകത്ത് അർജുൻ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അർജുൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോറിക്ക് സമീപത്തുണ്ടാകും എന്ന് മറ്റ് രണ്ടുപേരെ കൂടി കിട്ടേണ്ടതുണ്ട്. അവരുടെ കാര്യവും ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എന്ന് ജില്ലാ ഭരണകൂടവും MLA ഒക്കെ ഇപ്പോഴും പറയുന്നുമുണ്ട്. അപ്പോൾ ഈ അർജുനെ കണ്ടെത്താൻ നമുക്ക് എങ്ങനെ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ അവിടെ വെച്ച് പുലർത്തുന്നത്. ഈ ലോറിക്ക് സമീപത്തുണ്ടാകും എന്ന് കരുതേണ്ട മറ്റ് രണ്ടുപേരുടെ കൂടി കാര്യങ്ങൾ എങ്ങനെയാണ്? മനുഭരത്, തീർച്ചയായും ഇത് എല്ലാം ഒരേ പ്രാധാന്യമാണ്. 3 പേരെ കണ്ടെത്താനുണ്ട്. അതിൽ ഏറ്റവും വേഗത്തിൽ എത്തിച്ചേരാൻ ഒരു പക്ഷേ കഴിയുക അർജുനിലേക്കായിരിക്കും. കാരണം ലോറിക്കകത്താണ് അർജുൻ ഇത്തരത്തിൽ വിശ്രമിക്കുന്ന സമയത്ത് വലിയ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ഇത്തരത്തിൽ പുഴയിലേക്ക് ലോറി പതിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അർജുനെ കണ്ടെത്തുകയായിരിക്കും വളരെ എളുപ്പം. ഒരു പക്ഷേ ഈ ലോറി പുറത്തേക്കെടുത്താൽ ആ ക്യാബിനകത്ത് ഉണ്ടോ എന്നത് അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ ഈ കാണുന്ന കയർ, അത് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ആ ലോറിക്ക് ബന്ധിപ്പിച്ച കയറാണ്. അവിടെയാണ് ഇപ്പോൾ ഈശ്വർ മാൽപയുടെ സംഘത്തെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ കയർ ഇപ്പോൾ ഈശ്വർ മാൽപെ ആ ലോറിയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടെത്തിയ കയറാണ് ഇനി ഒരു ലൈൻ അല്ലേ, അത് പിടിച്ചായിരിക്കും ഇനി അങ്ങോട്ടേക്ക് ആളുകൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ആ സ്ഥലത്തേക്ക് പോകാനും ഒക്കെ കഴിയാൻ വേണ്ടിയായിരിക്കും അങ്ങനെ ഒരു ട്രാക്ക് ഇട്ടിരിക്കുന്നത് അല്ലേ? തീർച്ചയായും മനു, അവിടെ മാൽപയുടെ സംഘങ്ങളും അവിടെയുണ്ട്. ആ കയറാണ് ഈ ലോറിക്ക് ഇപ്പോൾ ബന്ധിപ്പിച്ച് മാൽപയെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അത് മാത്രമല്ല അതിന്റെ വെള്ളം നമുക്ക് നോക്കിയാൽ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. വളരെ തെളിമയുള്ള ഒരു വെള്ളം തന്നെയാണ്. ഇനി വൈകുന്നേരം ആകുന്നതോടുകൂടി വേലിയിറക്ക സമയമാണ്. വെള്ളം വല്ലാതെ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇനി വളരെ എളുപ്പമാണ് വൈകിട്ട് ഈ തെരച്ചിലും ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ. ഏതായാലും ഉദ്യോഗസ്ഥരെല്ലാം എത്തിയിട്ടുണ്ട്. ഇനി ഏത് രീതിയിലാണ് ഈ ലോറി പുറത്തേക്ക് എടുക്കാൻ മാൽപയെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. മാൽപേ വീണ്ടും ആ കയറ് പിടിച്ച് താഴേക്ക് ഇറങ്ങുന്ന ആ മാൽപ ഇപ്പോൾ പിടിച്ചിരിക്കുന്ന കയറാണ്. ഇപ്പോൾ ആ കയറ് ലക്ഷ്യമാക്കി മാൽപ നീങ്ങുന്നത് നമുക്ക് ദൃശ്യത്തിൽ കാണാം. ഏതായാലും നിർണായകമായ നിമിഷത്തിലൂടെയാണ് ഈ ശിരൂർ കടന്നു പോകുന്നത്. 2 മാസത്തിലേറെയായി നമ്മൾ ചോദിക്കുന്ന ആ ചോദ്യത്തിന് ഉത്തരം ആ ലോറി ഇന്ന് ഉയർത്താൻ സാധിച്ചാൽ ആ ലോറിക്ക് ക്യാബിനകത്ത് ആ ലോറി ഏത് രീതിയിലുണ്ട് എന്നൊക്കെ അറിയാനുണ്ട്. എന്തായാലും മാൽപെ വീണ്ടും തന്റെ ലക്ഷ്യത്തിലേക്ക് പോവുകയാണ്. മാൽപെ ഇന്ന് സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇത്തരത്തിൽ തെരച്ചിലിനായി ഇന്നെത്തിയത്. മാൽപെ നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. മാൽപെ താഴോട്ട് പോകുന്ന ദൃശ്യങ്ങൾ കാണാം. വീണ്ടും ഒരു വട്ടം കൂടി ഈ ലോറിക്കരികിലേക്ക് എത്താനാണ് മാൽപയുടെ ശ്രമം. എന്തായാലും ആ ബന്ധിപ്പിച്ച കയറാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അത് ലോറിക്ക് ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മാൽപയിൽ നിന്നും ലഭിച്ച വിവരം. എന്തായാലും മാൽപെ ഇനി ഒരിക്കൽ കൂടി പോയി അതിന്റെ വീഡിയോ ഉൾപ്പെടെയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ മാൽപെ നടത്തുന്നത്. അത് നമുക്ക് ഒന്നുകൂടി സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. അർജുന്റെ ലോറിയാണോ എന്നത് സംബന്ധിച്ച് മാൽപയുടെ ഉപകരണങ്ങളെല്ലാം താഴേക്ക് ഇറക്കുന്നതാണ്. ഒരു വട്ടം കൂടി ആഴങ്ങളിലേക്ക് ആ ലോറിക്കരികിലേക്ക് ഇപ്പോൾ മാൽപെ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഡ്രഡ്ജർ ഇപ്പോൾ
പ്രവർത്തിപ്പിക്കുന്നില്ല. കാരണം നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് ആ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇനി ഈ ലോറി അർജുന്റേതല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം കൂടി വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും തെരച്ചിൽ തുടരേണ്ട ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഈ സ്ഥലം ഇത് കൃത്യമായി ഇന്ദ്രപാൽ അദ്ദേഹം കണ്ടെത്തിയ ഒരു സ്ഥലമാണ്. അതിന് തൊട്ട് മുകളിലാണ് ലക്ഷ്മണന്റെ ചായക്കട ഉണ്ടായിരുന്നത്. ഈ മണ്ണിടിച്ചിലിന്റെ ഏറ്റവും വലിയ ആഘാതമുണ്ടായ ഒരു സ്ഥലം വേണം എന്ന് പറയാൻ ഇവിടെ. കാരണം ഈ 8 പേരും മൃതദേഹങ്ങൾ കിട്ടിയത് ഈ പരിസരത്ത് നിന്നാണ്. ആ ചായക്കടയിൽ പോയിരുന്ന മറ്റൊരാളാണ് ലോകേഷും, അതുപോലെ തന്നെ അവിടെ ജോലി ചെയ്തിരുന്ന ജഗന്നാഥനും കാണാതായിരിക്കുന്നത്. ആ 2 പേരെയും കൂടി കണ്ടെത്താനുണ്ട്. ഏതായാലും മാൽപേ തന്റെ ദൌത്യവുമായി ആഴങ്ങളിലേക്ക് വീണ്ടും പോവുകയാണ്. എന്തായാലും മാൽപേ തുടക്കം മുതൽ തന്നെ ഒരു പക്ഷേ നമ്മൾ ഒക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. ആ സമയങ്ങളിൽ മാൽപേയെ തടയുന്നതുവരെ നമ്മൾ കാഴ്ചകൾ കണ്ടിരുന്നു. ആ മാൽപേ തന്നെയാണ് ഇപ്പോൾ ഈ ലോറി ഇപ്പോൾ ഇത്തരത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. 2 മാസത്തോളം വലിയ തോതിൽ സംവിധാനങ്ങളൊക്കെ തെരച്ചിലൊക്കെ നടത്തി ആ ലോറി കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴും മാൽപേ ജീവൻ പണയം വെച്ച് 7 നോട്ട്സ് അടിയൊഴുക്ക് സമയത്ത് പോലും അദ്ദേഹം ഇവിടെ തെരച്ചിൽ നടത്തുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. ഒരുപക്ഷെ നേവി സംഘം പോലും അത് ഇറങ്ങാൻ തയ്യാറാവാത്ത സാഹചര്യത്തിൽ സ്വന്തം റിസ്കിൽ അദ്ദേഹം ഇറങ്ങുന്ന സാഹചര്യം ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. മാൽപേ വീണ്ടും തന്റെ ദൌത്യവുമായി ആ ലോറിക്കരികിലേക്ക് വീണ്ടും പോവുകയാണ്. എന്തായാലും ആ ഒരു സ്ഥിരീകരണം അത് അർജുന്റെ ലോറിയാണോ എന്നതിനി തേടേണ്ടതുണ്ട്. ഇനി ഇത് ഏത് രീതിയിൽ അത് പുറത്തേക്ക് എത്തിക്കാൻ കഴിയും അതൊക്കെ ഇനി ആലോചിക്കേണ്ടതുണ്ട്. എന്തായാലും നിർണായകമായ നിമിഷം തന്നെയാണ്. ഇവിടെ നിന്നും ഇപ്പോൾ ഈ വിവരങ്ങൾ തന്നെയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഏതായാലും ഈ വാർത്ത ന്യൂസ് 18 ആണ് ഈ സമയത്തും ആദ്യം പുറത്തുവിടുന്നത്. ഇത്തരത്തിൽ ഒരു ലോറി കണ്ടെത്തി എന്ന വിവരം. എന്തായാലും ആ മാൽപയുടെ ശ്രമം അത് ഈ കുടുംബത്തിന് വേണ്ടിയുള്ള ശ്രമമാണെന്ന് ഓർക്കണം. ഏതെങ്കിലും തരത്തിൽ ജില്ലാ ഭരണകൂടം ഏൽപ്പിച്ചതല്ല. കഴിഞ്ഞ ദിവസം കാർവാറിൽ ചേർന്ന യോഗത്തിൽ പോലും മാൽപയ്ക്ക് ഇത്തരത്തിൽ ഇവിടെ തെരച്ചിൽ നടത്താൻ ക്ഷണമുണ്ടായിരുന്നില്ല. അദ്ദേഹം അപ്പോഴും പറയുന്നുണ്ടായിരുന്നു താൻ എത്തും, ആ അർജുന്റെ അമ്മയ്ക്ക് ഒരു വാക്ക് നൽകിയിട്ടുണ്ട്, അതിനായി താൻ ഇവിടെ വരുമെന്നായിരുന്നു അദ്ദേഹം ന്യൂസ് 18 പോലും പ്രതികരിച്ചിരുന്നത്. എന്തായാലും ആ കയർ ലക്ഷ്യമാക്കി വീണ്ടും മാൽപേ നീങ്ങുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ തത്സമയം ഇവിടെ നിന്നും പങ്കുവെക്കാനുള്ളത്. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി അത് വ്യക്തത വരുത്തേണ്ടതുണ്ട്. മാൽപേ ഇതുവരെ കരയിലേക്ക് കയറി വന്നിട്ടില്ല, അവിടെ തന്നെ തങ്ങുകയായിരുന്നു. അദ്ദേഹത്തിന് കൃത്യമായി ഇത് അറിയേണ്ടതുണ്ട് ഏത് രീതിയിലാണ് ഇതുള്ളത്. ഏതായാലും വെള്ളം വളരെ തെളിച്ചമുള്ള വെള്ളമായതുകൊണ്ട് തന്നെ ഇനി പെട്ടെന്ന് തന്നെ ഇത് തിരിച്ചറിയാൻ പറ്റും. അതിന്റെ നിറവും മറ്റും ഇനി അറിയേണ്ടതുണ്ട്. ഭാരത് ബെൻസ് വെള്ള കളറുള്ള ഒരു വാഹനമാണ് അർജുൻ ഓടിച്ചിരുന്നത്. ആ ലോറിയാണ് കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. ആ ലോറിയാണ് കാണാമറയത്ത് ആയിട്ട് ഇപ്പോൾ 2 മാസമായിരിക്കുന്നത്. ആ മറ്റേതെങ്കിലും ലോറി നേരത്തെ ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണമില്ല. എന്തായാലും ഇതിൽ ഈ ദുരന്തത്തിൽ ഒരു ദൃക്സാക്ഷി പോലും ഇല്ല എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ ഒരു ആശങ്ക ഉയർത്തുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഇതിലൊരു സ്ഥിരീകരണം ഔദ്യോഗികമായി ലഭിക്കേണ്ടതുണ്ട്. അനൌദ്യോഗികമായി പോലും നമുക്ക് അത് അർജുന്റെ ലോറിയാണ് എന്നുള്ള സ്ഥിരീകരണം ഇപ്പോഴും ഇല്ല. പക്ഷേ ഒരു ലോറി കണ്ടെത്തിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിവരം തന്നെയാണ് നമുക്കിപ്പോൾ പങ്കുവെക്കാനുള്ളത്. മനു, യെസ്, അതാണ് ബൈജു. ഇപ്പോഴും ആ ഈശ്വർ മാൽപേയുടെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, അത് അദ്ദേഹത്തിന് ഈ ജോലിയോടുള്ള പ്രതിബദ്ധത, അതാണ് ബൈജു അവിടെ നേർചിത്രമായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. കാരണം ആ കുടുംബത്തോട്, അർജുൻ്റെ കുടുംബത്തോടൊക്കെ അദ്ദേഹം ഒരു വാക്ക് കൊടുത്തിരുന്നു ഇത് കണ്ടെത്തും എന്ന്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തുന്നു. ബൈജുവും അവിടെ ദീർഘദിവസങ്ങളായി ആ വാർത്ത അവിടെ നിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. അർജുനു വേണ്ടി കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കുകയായിരുന്നു. പെട്ടെന്ന് അർജുനെ കണ്ടെത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അർജുൻ മാത്രമല്ല, മറ്റ് 2 കർണാടകയിൽ നിന്നുള്ള മറ്റ് 2 പേരും നമുക്ക് അത് അർജുനെ പോലെ തന്നെ അവരെയും കണ്ടെത്തേണ്ടതുണ്ട്. അതും വലിയ പ്രാധാന്യമുള്ളതാണ്. മാൽപേ ഇപ്പോൾ വെള്ളത്തിനടിയിലേക്ക് ഇറങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണെന്ന് തോന്നുന്നു നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലേ ബൈജു? തീർച്ചയായും അത് തന്നെയാണ്. മാൽപേ തന്റെ ദൌത്യവുമായി വീണ്ടും ആഴങ്ങളിലേക്ക് പോകുന്ന ആ തത്സമയ ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന് തൊട്ടടുത്തായി ഡ്രഡ്ജറുമുണ്ട്. മാൽപേയുടെ സംഘവും, അതല്ലാതെ നേവിയുടെ സംഘം ഇന്ന് ഇവിടെ എത്തിയിട്ടില്ല. മാൽപേ സ്വന്തം, മനു സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം അത് കുടുംബങ്ങളുടെ, നമുക്ക് 3 പേരും മനു ഭരത് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രിയപ്പെട്ടവരാണ്, അർജുനെ പോലെ തന്നെ പ്രിയപ്പെട്ടവരാണ്. അവരെ 3 പേരെയും കണ്ടെത്തേണ്ടതുണ്ട്. ഒരു പക്ഷേ ഈ ലോറി ഉൾപ്പെടെ
ഇത്തരത്തിൽ അർജുനെ കാണാതായതായിരിക്കും അതിന് വലിയ ഒരു വാർത്താ പ്രാധാന്യവും വലിയ ഒരു പ്രാർത്ഥനയുമൊക്കെ ഇപ്പോൾ ആഴങ്ങളിലേക്ക് പോയിരിക്കുന്നു. വീണ്ടും തിരച്ചിൽ ആ ലോറിക്കരികിലേക്ക് വീണ്ടും മാൽപ്പെ പോകുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഏതായാലും ഇനി 5-10 മിനിറ്റ് കഴിഞ്ഞാൽ മാത്രമേ മാൽപ്പെ ഇനി മുകളിലേക്ക് വരൂ. ആ ലോറിക്കരികിലേക്ക് വീണ്ടും പോവുകയാണ്. മാൽപ്പെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് അദ്ദേഹം ടോർച്ച് ഉപയോഗിച്ച് അതിനെ കൃത്യമായി അതിന് ചെളിയും മണ്ണുമൊക്കെ പൂണ്ട നിലയിലാണ് ഉള്ളത്. അതുകൊണ്ട് അത് നോക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി താൻ പോകുമെന്ന് പറഞ്ഞത്. അത് മാത്രമല്ല വീഡിയോ ഇതിന്റെ ദൃശ്യങ്ങൾ എടുക്കാനും അദ്ദേഹം ശ്രമിക്കും. അത്തരത്തിലുള്ള ഉപകരണങ്ങളുമായാണ് അദ്ദേഹം ആഴങ്ങളിലേക്ക് പോയത്. എന്തായാലും ആ കാരിരുമ്പിന്റെ കരുത്തുള്ള മത്സ്യത്തൊഴിലാളിയായ ആ മാൽപ്പെ വീണ്ടും ഇവിടെ ഒരു ദൌത്യം അദ്ദേഹം വിജയത്തിലേക്ക് എത്തിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനം. കാരണം 2 മാസത്തോളമായി നമ്മൾ തേടുന്നു ആ ലോറി എവിടെ, ലോറിക്കകത്ത് അർജുനുണ്ടോ എന്ന ചോദ്യം മനു സൂചിപ്പിച്ചതുപോലെ തന്നെ തുടക്കം മുതലേ ഇവിടെ ഉള്ള ഒരാളെന്ന നിലയിൽ നമ്മളും അത് ഏറെ ആകാംക്ഷയോടെയാണ്, അത് പ്രാർത്ഥനയോടെയാണ് കാത്തിരിക്കുന്നത്. ഏതായാലും ഇന്ന് ഈ അർജുന്റെ കുടുംബം ആദ്യമായി ഈ സഹോദരി ഇവിടെ എത്തിയ ഒരു ദിവസം കൂടിയാണ് ഇന്ന് ഓർക്കണം. അവർ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഈ ഇതിന്റെ അടുത്തായി തന്നെ അവരുമുണ്ട്. വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് അവരും ഇപ്പോൾ കാത്തിരിക്കുന്നത് ആ ക്യാബിൻ അകത്ത് അർജുൻ ഉണ്ടാകുമോ എന്നത്. ഏതായാലും ലോറിക്ക് വലിയ തോതിൽ കേടുപാട് സംഭവിച്ചിട്ടില്ല ഇപ്പോൾ കണ്ടെത്തിയ ലോറിക്കെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് ചെളിയിൽ പൂണ്ട നിലയിൽ തലകീഴായി ടയർ മാത്രം ഈ കാണുന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് കൃത്യമായി മാൽപ്പെ നമ്മോട് വ്യക്തമാക്കിയത്. ഈ വാർത്ത ആദ്യം നമ്മളാണ് പുറത്തുവിടുന്നതും. ഇത് അർജുന്റെ വാഹനമാണോ എന്നതിന് ഇപ്പോഴും സ്ഥിരീകരണമില്ല എന്നത് അപ്പോൾ ഓർക്കണം. എന്തായാലും വളരെ നിർണായകമായ ഓരോ മണിക്കൂറുകൾ തന്നെയാണ് ഇപ്പോഴും കടന്നു പോകുന്നത്. എങ്ങനെയാണോ ആ 2 മാസം മുൻപ് ആ സമയത്ത് ഒക്കെ ഒരു പ്രാർത്ഥനയും ആകാംക്ഷ ഉണ്ടായത് ആ തിരിച്ചു വരികയും അദ്ദേഹം നൽകുകയും ചെയ്യുന്ന വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരിക്കാം. ലോറി തലകീഴായി മറിഞ്ഞ നിലയിലാണ് എന്ന ഒരു പ്രാഥമിക വിവരം വന്നു. ഇപ്പോഴും നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അദ്ദേഹം അടിയിലേക്ക് പോകുന്നത് ബൈജു അവിടെ നിന്ന് നേരിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ലോറി ഏത് നിലയിലാണ്, എങ്ങനെ ലോറി മുകളിലേക്ക് എത്തിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി പദ്ധതിയിടേണ്ടത് ഈ ഈശ്വർ മാൽപ്പെ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. പിന്നീടാണ് അതിനകത്ത് ആ ദൃശ്യങ്ങൾ പരിശോധിക്കുക. അദ്ദേഹത്തിന് ദൃശ്യങ്ങൾ കിട്ടുകയാണെങ്കിൽ ആ ദൃശ്യങ്ങൾ പരിശോധിക്കാം. അതനുസരിച്ച് ഒരു പദ്ധതി, ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാം. അങ്ങനെ ഈ ലോറി പുറത്തേക്ക് എടുക്കുന്നതിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഏറ്റവും നിർണായകമാകുന്നത് മാൽപ്പെ നൽകുന്ന വിവരങ്ങളായിരിക്കും, അല്ലെങ്കിൽ വിവരണങ്ങളായിരിക്കും. എങ്ങനെയാണ് ലോറി അതിൻ്റെ അടിത്തട്ടിൽ ഉള്ളത്, എത്ര ആഴത്തിലുണ്ട്, അത് എങ്ങനെ മുകളിലേക്ക് എത്തിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അത് സംബന്ധിച്ചായിരിക്കും പിന്നെ തീരുമാനം ഉണ്ടാകുക. അപ്പോൾ അദ്ദേഹം അകത്തേക്ക് വീണ്ടും നദിയിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നുണ്ട്, വെള്ളം നല്ല ക്ലിയറായ ഒരു ദൃശ്യമാണ്. ചെളി, നേരത്തെ ബൈജു അവിടെ ഉള്ള സമയത്ത് ഭയങ്കര ചളിയായിരുന്നു വെള്ളത്തിൽ. ഇപ്പോഴതൊക്കെ മാറി കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരു സാഹചര്യമാണ്. ഒപ്പം തന്നെ ഒഴുക്ക് ബൈജു നേരത്തെ പറഞ്ഞ പോലെ കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളത്തിൻ്റെ ഒരു വാട്ടർ ലെവൽ കൂടി താഴേക്ക് പോകും എന്നാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് ഒരു ട്രാക്കായിട്ടുണ്ട്. കരയിൽ നിന്ന് എവിടെയാണ് ലോറി ഉള്ളത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. അവിടേക്ക് ഒരു കയർ ഇട്ടതുകൊണ്ട് തന്നെ ആ ഒരു ലൈൻ ഇനി അങ്ങോട്ടേക്ക് പോകാനും വരാനും കുറേ കൂടി കൃത്യതയോടുകൂടി ചെയ്യാനും ഒക്കെ കഴിയും. പക്ഷേ ഇനി ഒരു 10 മിനിറ്റ് കൂടി എടുക്കും അല്ലേ ബൈജു, അദ്ദേഹം താഴെ പോയി മറ്റ് വിവരങ്ങൾ ശേഖരിച്ച് പുറത്തേക്ക് വരാൻ? തീർച്ചയായും മനു, ആ സമയത്ത് മാൽപ്പയുടെ മറ്റൊരു പ്രയത്നം കൂടി നമുക്കിപ്പോൾ പറയാതിരിക്കാൻ വയ്യ. കാരണം കഴിഞ്ഞ ആഗസ്റ്റ് 15-നായിരുന്നു അത്. കാർവാറിൽ കാളി നദിക്ക് കുറുകെ ഒരു പാലം ഉണ്ടായിരുന്നു. അത് പൊളിഞ്ഞു വീണ് ഒരു ലോറി പുഴയിലേക്ക് പതിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഡ്രൈവർ അത്ഭുതകരമായിരുന്നു രക്ഷപ്പെട്ടത്. ആ ദൌത്യവും മാൽപ്പയായിരുന്നു ഏറ്റെടുത്തത്. അന്ന് രാവിലെ 10 മണിയോടുകൂടി നമ്മളും ആ മാൽപ്പയുടെ സംഘത്തിനൊപ്പം അവിടെ എത്തിയിരുന്നു. അന്ന് രാവിലെ മുതൽ വൈകിട്ട് 7 മണി വരെ ആ ശ്രമകരമായ ജോലിക്കൊടുവിൽ ആ ലോറി പുറത്തേക്കെടുക്കുന്ന ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. വെള്ളത്തിനടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലേ? ആ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്. വെള്ളത്തിനടിയിലുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർക്ക് നമ്മൾ കാണിക്കുന്നത്. അത് ഈശ്വർ മാൽപ്പെ ശേഖരിച്ച ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. അതാണ് പ്രേക്ഷകർക്ക് മുന്നിൽ കാണിക്കുന്നത്. ജലത്തിനടിയിൽ നമുക്ക്
കാണാൻ കഴിയുന്ന തരത്തിലാണ് കാര്യങ്ങൾ എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഏതായാലും അടിത്തട്ടിലെത്തുമ്പോൾ ലോറിയുടെ സാഹചര്യം എങ്ങനെ എന്ന് കൂടുതൽ വ്യക്തമാകും. ഒപ്പം ആ വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ലോറി തിരിച്ച് കരയിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനകത്ത് മരക്കഷ്ണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ പലതും ഒലിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ എത്ര ഭാരം എത്ര എളുപ്പത്തിൽ അത് മുകളിലേക്ക് കൊണ്ടുവരാൻ കഴിയും, എന്തൊക്കെ അതിന് മുൻകരുതലുകൾ എടുക്കണം, ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് ഈ വെള്ളത്തിനടിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നമുക്കിപ്പോൾ ആ വെള്ളത്തിനടിയിലുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. സ്വാഭാവികമായും വെള്ളത്തിനടിയിലാകുമ്പോൾ ഉണ്ടാകുന്ന ചില നമുക്ക് സാധാരണ പുറത്ത് കാണുന്ന തരത്തിൽ കാഴ്ചകൾ കാണാൻ കഴിയില്ല. എങ്കിലും ഒരു വിസിബിലിറ്റി ഉണ്ട് എന്ന തരത്തിൽ തന്നെയുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അപ്പോൾ തെളിഞ്ഞ ഒരു സാഹചര്യം, മെച്ചപ്പെട്ട ഒരു സാഹചര്യം ഉണ്ട്. ലോറി തലകീഴായ നിലയിലാണ് എന്ന ഒരു വിവരം ആദ്യം തന്നെ ലഭിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ലോറി മുകളിലേക്ക് കയറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നതിനെ സംബന്ധിച്ചൊക്കെ ഇനി ഈ ദൗത്യസംഘത്തിന് തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. ഏതായാലും മേജർ ജനറൽ ഇന്ദ്രപാൽ നടത്തിയ ആദ്യ ശ്രമങ്ങൾ അത് വളരെ ഗുണകരമായി. ചില തെറ്റിദ്ധാരണകൾ വന്നത് എങ്ങനെയാണ് എന്ന കാര്യം ഇപ്പോൾ സതീഷ് സെയിൽ വിശദീകരിച്ചു. അത് ആദ്യഘട്ടത്തിൽ ചില ആളുകൾ ഉണ്ടാക്കിയ ചില കൺഫ്യൂഷനുകളാണ്. ഏതായാലും മേജർ ജനറൽ ഇന്ദ്രപാലിൻ്റെ വ്യക്തമായ സേവനം അവിടെ പ്രയോജനപ്പെട്ടിരിക്കുന്നു. അതിനേക്കാൾ അപ്പുറത്ത് ഈ ജില്ലാ ഭരണകൂടം ഒരുപക്ഷെ സംശയങ്ങൾ പ്രകടിപ്പിക്കുമ്പോഴും തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടി ഇത് പോകാൻ കഴിയുന്നു എന്നതാണ് മാൽപ്പയുടെ ഒരു പ്രത്യേകത. ടയറിൻ്റെ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ കാണുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിനകത്ത് ഒരു ലോറിയുണ്ട്. ആ ലോറി അർജുൻ്റെതാണോ എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളിൽ നിന്ന് ഒരുപക്ഷെ നമുക്ക് അങ്ങനെ കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷേ എന്നാലും ഒരു ഏകദേശ രൂപം കിട്ടും. അത് പുറത്തെത്തിക്കഴിഞ്ഞാൽ നമുക്കതിലൊരു വ്യക്തമായ ഒരു സ്ഥിരീകരണം ഉണ്ടാകും. സതീഷ് സെയിൽ പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു അനുമാനത്തിലേക്ക് എത്തുന്നത് ശരിയല്ല. അത് പൂർണ്ണമായും ലോറി പുറത്തെടുത്തതിന് ശേഷം നമുക്കൊരു വ്യക്തമായ വിവരം നൽകാം എന്ന് അദ്ദേഹം പറയുമ്പോൾ അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് കൂടുതൽ അനുമാനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഊഹങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലല്ല, വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ കഴിയുന്നതായിരിക്കും കൂടുതൽ ഉത്തമം. ബൈജു, ഇപ്പോൾ ആ അണ്ടർ വാട്ടർ ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അത് കാണാം. അതിൽ ലോറിയുടെ ചെറിയ ഭാഗങ്ങളുടെ ടയറിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ അതിൽ ഉണ്ട് എന്നാണ് അവിടെ നിന്നുള്ള വിദഗ്ധരിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഇനി അധിക സമയമില്ല ആ ലോറി പുറത്തേക്കെടുക്കാൻ. അതിനകത്ത് അർജുൻ ഉണ്ടാകണമേ എന്ന പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ അർജുനെ നമുക്ക് കണ്ടെത്താൻ കഴിയണമേ എന്ന പ്രാർത്ഥനയാണ് അതിന് സമീപത്തുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയണേ എന്ന പ്രാർത്ഥനയാണ് നമുക്കുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ വളരെ ഇങ്ങനെ കാണാൻ കഴിയും. വെള്ളത്തിനടിയിലാണെങ്കിലും അത് നമുക്ക് ഏറെക്കുറെ അതിൽ മനസ്സിലാകുന്ന തരത്തിൽ തന്നെയാണ് ദൃശ്യങ്ങൾ. അപ്പോൾ വെള്ളം നല്ല തെളിഞ്ഞ അവസ്ഥയിലാണ്. കയറ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒപ്പം ചില ഭാഗങ്ങളും കാണാൻ കഴിയുന്നുണ്ട്. അത് ലോറിയുടേതാണോ എന്നൊക്കെയുള്ളത് മാൽപ്പെ അവിടെ നിന്ന് പുറത്തു വന്നതിന് ശേഷം വ്യക്തമാക്കുമ്പോൾ നമുക്ക് കൃത്യമായി കിട്ടും. ഏതായാലും ഈ അണ്ടർ വാട്ടർ ക്യാമറ വലിയ തോതിൽ ഗുണം ചെയ്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ബൈജു, ഏറ്റവും ഒടുവിലത്തെ വിവരം എന്താണ്? ഈ ക്രെയിനുകളൊക്കെ എത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ ബൈജു കാണിച്ചു. അവർ എപ്പോൾ ഈ ആക്ഷനിലേക്ക് കടക്കും എന്നതിൻ്റെ എന്തെങ്കിലും വിവരമുണ്ടോ? ഒപ്പം തന്നെ ഈ അണ്ടർ വാട്ടർ ക്യാമറയിൽ നിന്ന് ലഭിക്കുന്ന ദൃശ്യങ്ങൾ എങ്ങനെ അവർക്ക് കൂടുതൽ ഗുണകരമാകും എന്നാണ് ആ സംഘം കരുതുന്നത്? തീർച്ചയായും അത് വളരെ എക്സ്ക്ലൂസീവായുള്ള ആ ദൃശ്യം അതാണ്. ഈ ലോറി നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്ത ആ ലോറിയുടെ നേർചിത്രം, ടയർ കൃത്യമായി നമുക്ക് ആ രീതിയിൽ കാണാം. എന്തായാലും നമ്മൾ പുറത്തുവിട്ട ആ വാർത്ത സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണത്. ഇനി മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലോറി ഇനി പുറത്തേക്ക് എടുക്കേണ്ടതുണ്ട്. അതാണ് ഇനി ഏറ്റവും പ്രധാനം. അത് ഇന്ന് ഇനി ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. കാരണം ഇവിടെ രാത്രി കാലത്ത് ഇത്തരത്തിൽ തിരച്ചിലോ അതല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രവൃത്തിയോ തുടക്കം മുതൽ തന്നെ നമ്മൾ കണ്ടിട്ടില്ല. വലിയ തോതിൽ ആ സമയത്ത് ആശങ്ക ഉണ്ടാക്കുന്ന സമയത്തും അത്തരത്തിൽ പ്രവൃത്തി ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇന്നും ഡ്രഡ്ജർ പോലും 6 മണിവരെ മാത്രമേ പ്രവർത്തിക്കൂ എന്നാണ് അവർ വ്യക്തമാക്കിയത്. ഏതായാലും വെള്ളം ഇനിയും കുറയുന്ന സമയമാണ്. ഇനി വേലിയിറക്ക സമയമാണ്. വെള്ളം ഒരുപാട് കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതേ ആയിരിക്കില്ല വൈകിട്ട് 5 മണിയോടുകൂടി ഉണ്ടാവുക. അത്രത്തോളം വെള്ളം കുറയുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും 15 മീറ്ററിൽ താഴെയാണ് ഈ ലോറി ഉള്ളതെന്നാണ് മാൽപ്പെ നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ
അത് ഇനി ഏത് രീതിയിൽ ഒരുപക്ഷെ കാർവാറിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതേ രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ ഇവിടെയും വേണ്ടിവരും ഈ ലോറി പുറത്തേക്കെടുക്കാൻ. അത്തരത്തിൽ ക്രെയിൻ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്ന് 8 മണിക്കൂറോളം എടുത്താണ് ആ കാളി നദിക്ക് കുറുകെ ഇത്തരത്തിൽ പാലം തകർന്നു വീണ ലോറി പുറത്തേക്കെടുക്കുന്ന ഒരവസ്ഥയുണ്ടായത്. അത് മാൽപ്പെ തന്നെയാണ് അതിനും നേതൃത്വം നൽകിയത്. എന്തായാലും ഇനി ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും ഈ ലോറി പുറത്തേക്ക് എടുക്കുക എന്ന കാര്യത്തിൽ ഉറപ്പാണ്. അദ്ദേഹം ഒരിക്കൽ കൂടി ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ആ ആഴങ്ങളിലേക്ക് വീണ്ടും പോയിട്ടുണ്ട്. അതിനി നമുക്ക് ഒരു പക്ഷേ ആ സമയത്ത് ഇനി അർജുന്റെ ലോറിയാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിച്ചേക്കാം. എന്തായാലും ടയർ അത്തരത്തിൽ കൃത്യമായി ലോറിയുടേതാണെന്ന് അത് ടയർ കണ്ടാണ് അത് ഒരു സ്ഥിരീകരണം നമുക്ക് നൽകിയിരുന്നതും. എന്തായാലും അത് ഇനി മാൽപ്പെ ഇനി തിരിച്ചു വരുന്നത് വളരെ നിർണായകമായ വിവരങ്ങൾ കൊണ്ടായിരിക്കും. ആ വിവരങ്ങളായിരിക്കും ഇനി കൈമാറുക. ഏതായാലും MLA ഉൾപ്പെടെയുള്ളവർ ഇവിടെ തന്നെ ഇപ്പോൾ ഉണ്ട്. അവർ ആശയവിനിമയം നടത്തുകയാണ്. ഏത് രീതിയിലാണ് മാൽപ്പയുടെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം. മാൽപ്പെ മുകളിലേക്ക് വന്നിരിക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹം മുകളിൽ എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ നൽകുന്നത് നമുക്ക് കാണാം. അദ്ദേഹം ആ സ്ഥലം കൃത്യമായി അവിടെയാണ്. അദ്ദേഹം ഒരു സ്റ്റിയറിംഗ് കിട്ടിയെന്ന തരത്തിലുള്ള സിഗ്നൽ അദ്ദേഹം പറയുന്നത് പോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു പക്ഷേ ആ സ്റ്റിയറിംഗും കണ്ടെത്തിയിരിക്കുന്നു എന്നായിരിക്കും അദ്ദേഹം പറയുന്നത്. എന്തൊക്കെയോ അദ്ദേഹം ആ രീതിയിലുള്ള ആംഗ്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് നമ്മുടെ തൊട്ടരികിലായി ഈ മാൽപ്പയെ നമുക്ക് കാണാം. സ്റ്റിയറിംഗും ഉണ്ട് എന്ന തരത്തിലൊരു കൈ കൊണ്ടുള്ള ഒരു ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ അദ്ദേഹത്തിന് വിവരങ്ങൾ കൂടുതൽ കിട്ടിയിട്ടുണ്ടെന്ന് വേണം നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ. ഏതായാലും നിർണായകമായ വിവരങ്ങളാണ് ഓരോ നിമിഷവും ഇവിടെ നിന്നും പുറത്തു വരുന്നത്. നമ്മൾ 2 മാസത്തോളമായി കാത്തിരിക്കുന്ന ആ ചോദ്യത്തിന്, വലിയ ചോദ്യത്തിന് ഉത്തരം ഒരു പക്ഷേ ഇനി വളരെ വേഗം, വളരെ നിമിഷങ്ങൾക്ക് തന്നെ നമുക്ക് ലഭിച്ചേക്കാം. ഒരു പക്ഷേ മാൽപ്പെ ഇനി മുകളിലേക്ക് വന്നേക്കാം, നമ്മളെ മാധ്യമങ്ങളെ കണ്ടേക്കാം. എന്തായാലും നമ്മൾ കാത്തിരിക്കുക. ആ വാർത്ത കേരളത്തിൽ ഒന്നാകെ കാത്തിരുന്ന ആ വാർത്ത, അർജുന്റെ ലോറി എവിടെ എന്ന ചോദ്യം. അപ്പോഴും നമ്മൾ രക്ഷാപ്രവർത്തനമല്ല ഇത്, നമ്മൾ എന്ത് പറ്റി 3 പേർക്ക്, ഇവർക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയേണ്ടതാണെന്ന് ഒക്കെ നേരത്തെ തന്നെ നമ്മൾ വ്യക്തമാക്കിയതാണ്. ദൌത്യ സംഘങ്ങളും വ്യക്തമാക്കിയതാണ്. ഏതായാലും ആ കാര്യത്തിൽ ഒരു വിവരം വരണം. ഈ സ്റ്റിയറിംഗ് കണ്ടു എന്ന രീതിയിലാണ് നമുക്ക് ഈ മാൽപ്പയുടെ ആ ആംഗ്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കൂടുതൽ എന്തെങ്കിലും ഭാഗങ്ങളാണോ എന്നറിയില്ല. പക്ഷേ സ്റ്റിയറിംഗ് എന്ന രീതിയിൽ അദ്ദേഹം ആംഗ്യം കാണിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും അദ്ദേഹം ആ സ്ഥലം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന സ്ഥലം അവിടെയാണുള്ളത്. കയറ് കെട്ടിയ അതേ സ്ഥലം. അവിടെ അത്തരത്തിൽ അദ്ദേഹം ലോറിയുടെ ആ കാര്യങ്ങൾ വിവരിക്കുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ഏതായാലും അദ്ദേഹം അല്പസമയത്തിനകം തന്നെ മുകളിലേക്ക് വരും. കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ സ്ഥിരീകരണങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അത് അർജുന്റെ ലോറിയാണോ എന്നത് അറിയേണ്ടതുണ്ട്. ഇനി അതല്ല മറ്റ് ഏതെങ്കിലും ലോറി നേരത്തെ ഇത്തരത്തിൽ പുഴയിൽ പതിച്ചതാണോ എന്നൊക്കെ അറിയാനുണ്ട്. ഏതായാലും വെള്ള കളറുള്ള ഭാരത് ബെൻസ് ആണ് അർജുൻ ഓടിച്ചിരുന്ന വാഹനം. ഒരുപാട് മരങ്ങൾ ഉണ്ടായിരുന്നു. ആ തടിക്കഷ്ണങ്ങളൊക്കെ ഇപ്പോൾ മാൽപ്പെ നിൽക്കുന്ന അതേ സ്ഥലത്ത് നിന്നും ഇന്ന് രാവിലെ ഉൾപ്പെടെ അത് കണ്ടെത്തുകയും അതിൽ നിന്നും പുറത്തേക്ക് ഒരു മരം മാത്രം എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇത്തവണ 3ാമത്തെ തെരച്ചിലും ഏറ്റവും അവസാനമായി തീരുമാനിച്ച ആ തെരച്ചിലും ഇത്തരത്തിൽ നിർണായക വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സ്റ്റിയറിംഗിന്റെ ഭാഗം കണ്ടെത്തി എന്ന് തന്നെയാണ് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആംഗ്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കുത്തനെ ആയി ഉണ്ട് എന്ന തരത്തിലാണ് അദ്ദേഹം ആംഗ്യം കാണിക്കുന്നത്. നിർണായകമായ വിവരം അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹം അല്പസമയത്തിനകം തന്നെ മുകളിലേക്ക് വരും. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്ന് തന്നെ മനസ്സിലാക്കാൻ. തീർച്ചയായും KV ബൈജു ആണ് അവിടെ നിന്നുമുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. ഷിരൂരിൽ ദൗത്യം നിർണായക ഘട്ടത്തിലാണ്. 4ാം ഘട്ട ദൗത്യത്തിൽ ഈ ഏറ്റവും നിർണായക നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. ഈശ്വർ മാൽപ്പെ വീണ്ടും നദിയുടെ അടിയിലിറങ്ങി പരിശോധനകൾ പൂർത്തിയാക്കി കരയിലേക്ക് എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചാൽ മാത്രമേ എന്താണ് ഇനി വീണ്ടും മുങ്ങിയതിന് ശേഷം അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്നത് അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും അവിടെ ലോറി കണ്ടെത്തിയിരിക്കുന്നു. ലോറി അർജുന്റേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ അത് ഭാരത് ബെൻസിന്റെ ലോറി തന്നെയാണ് എന്നാണ് കാർവാർ MLA മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. വലിയ പ്രതീക്ഷ അർജുനെ തേടിയുള്ള തെരച്ചിലിൽ ഉണ്ടാവുകയാണ് ഈ നിമിഷം. അവിടെ ലോറി കണ്ടെത്തിയിരിക്കുന്നു. ഡ്രഡ്ജിംഗ് ഉൾപ്പെടെ നടത്തി ഉള്ള തെരച്ചിലാണ് ഇപ്പോൾ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈശ്വർ മാൽപ്പെ അവിടെ ടയറിന്റെ ഭാഗങ്ങളും ഒപ്പം തടി കെട്ടിയത് എന്ന് സംശയിക്കുന്ന കയറിന്റെ ഭാഗങ്ങളും കണ്ടെത്തിയിരിക്കുന്നു. അത് അദ്ദേഹം ചിത്രീകരിക്കുകയും ചെയ്തിരിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രതീക്ഷ ഇന്നത്തെ തെരച്ചിൽ ഉണ്ടാവുകയാണ്. ലോറി അവിടെ ഉണ്ട്. ആ സിഗ്നൽ ലഭിച്ച ഇടത്ത് തന്നെയായിരുന്നു ഇന്ന് പരിശോധനകൾ നടന്നത്. ആ ഭാഗത്ത് തന്നെയാണ് നിർണായകമായ വിവരങ്ങൾ ലഭ്യമാകുന്നതും.
ലോറിയുടെ ടയർ കണ്ടെത്തിയിരിക്കുന്നു. ഒപ്പം അതിൽ ബന്ധിച്ചിരിക്കുന്ന കയറിന്റെ ഭാഗങ്ങളും നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നു. അത് അർജുൻ്റേതാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല. അവിടെ 2 ട്രക്കുകളെങ്കിലും അകപ്പെട്ടു പോയിട്ടുണ്ട് എന്നതാണ് സംശയിക്കുന്നത്. പക്ഷേ അതിൽ കൂടുതൽ സ്ഥിരീകരണം അത് വരും മിനിറ്റുകളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ മാത്രമേ ഉണ്ടാകൂ. തെരച്ചിൽ അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈശ്വർ മാൽപേ തന്നെ ഈ 4ാം ഘട്ടത്തിലും ഏറ്റവും മുന്നിൽ ഈ തെരച്ചിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം വീണ്ടും താഴേക്ക് മുങ്ങി പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു പക്ഷേ അതിനു മുൻപായി കരയിലേക്ക് വന്ന് എന്താണ് അദ്ദേഹം ചില ആംഗ്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് പറയുമോ എന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. തല കീഴായ നിലയിൽ ആണ് ആ ലോറി മണ്ണിനടിയിലുള്ളത്, വെള്ളത്തിനടിയിലുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ചെളി മൂടിയ ആ ഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈശ്വർ മാൽപേ അവിടെ നിരവധി തവണ മുങ്ങി തെരച്ചിൽ നടത്തി. അതിനൊടുവിലാണ് ടയറിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന ഏറ്റവും നിർണായകമായ സൂചന അവിടെ നിന്ന് ലഭിക്കുന്നത്. അത് അർജുൻ്റേതാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ലോറി കണ്ടെത്തിയിരിക്കുന്നു എന്ന കാര്യം കാർവാർ MLA സതീഷ് സൈലും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അത് ഭാരത് ബെൻസിന്റെ ലോറി തന്നെയാണ് എന്നാണ് പറയുന്നത്. 2 ടയറിന്റെ ഭാഗങ്ങൾ കണ്ടെത്തി എന്ന കാര്യവും പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ SP ഉൾപ്പെടെ അവിടെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. MLA ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും സ്ഥലത്ത് തുടരുന്നുണ്ട്. വലിയ പ്രതീക്ഷ ഷിരൂരിൽ അർജുനായുള്ള തെരച്ചിലിൽ വലിയ പ്രതീക്ഷ നൽകുന്ന നിമിഷങ്ങളാണിത്. ഏറ്റവും സാധ്യത ആ തെരച്ചിലിൽ നൽകുന്ന ദിവസങ്ങളാണ് എന്ന് നമുക്ക് നേരത്തെ അറിയാമായിരുന്നു. ഡ്രഡ്ജർ ഉൾപ്പെടെ എത്തിച്ച് നടത്തുന്ന തെരച്ചിലായതുകൊണ്ട് തന്നെയായിരുന്നു അത്തരമൊരു പ്രതീക്ഷയുള്ളത്. മാത്രവുമല്ല, കാലാവസ്ഥ ഏറ്റവും അനുകൂലമായി നിൽക്കുന്നു. പുഴയിലെ ഒഴുക്ക് അത് 1 നോട്ട്സായി കുറഞ്ഞിരിക്കുന്ന ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യത്തിൽ നടക്കുന്ന തെരച്ചിൽ എന്ന പ്രത്യേകത കൂടി ഈ 4ാം ഘട്ടത്തിലെ തെരച്ചിൽ പ്രവർത്തനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതിൻ്റെ സൂചനകൾ തന്നെ നമുക്ക് ഇപ്പോൾ അവിടുന്ന് ലഭിക്കുകയാണ്. നിർണായക വിവരങ്ങളാണ് അവിടെ നിന്ന് വരുന്നത്. ട്രക്കിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. 2 ടയറിന്റെ ഭാഗങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. കയറുമായി ബന്ധിപ്പിച്ചിട്ടില്ല, തടി കെട്ടിയ ലോറിയായിരുന്നു അത്. എന്തേതെന്ന് സംശയിക്കുന്ന തരത്തിൽ അവിടെ കയറിന്റെ ഭാഗങ്ങൾ കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ അർജുൻ്റേതാണ് ലോറി എന്ന സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുകയാണ്. KV ബൈജു അവിടെ നിന്നും ചേരുന്നുണ്ട്. ബൈജു, ട്രക്കിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയതിനു ശേഷം വീണ്ടും മാൽപേ ഇറങ്ങി, അദ്ദേഹം വീണ്ടും മുങ്ങിത്താഴ്ന്നതിന് ശേഷം കരയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കരയിലേക്ക് കയറാതെ ആ തീരത്ത് തന്നെ അദ്ദേഹത്തിന്റെ സഹായിയുമായി സംസാരിച്ച് നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്തെങ്കിലും വിവരങ്ങൾ അദ്ദേഹത്തിന്റെ ഈ മുങ്ങലിൽ ലഭിച്ചതായി നമുക്കറിയാൻ കഴിയുമോ? എന്താണ് അദ്ദേഹം ആംഗ്യത്തിലൂടെയൊക്കെ കൺവേ ചെയ്യാൻ ശ്രമിച്ചത്? എന്താണ് നമുക്ക് അവിടെ നിന്നും ലഭ്യമാകുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ? തീർച്ചയായും രേണുക, നമുക്ക് ഏറ്റവും ഒടുവിൽ ഈ പുതിയതായി നൽകാൻ കഴിയുന്ന വിവരം ഈ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് അത് കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ്. ടയർ ആദ്യം കണ്ടെത്തിയെങ്കിൽ ഇപ്പോൾ സ്റ്റിയറിംഗ് കണ്ടെത്തിയെന്ന ഒരു സ്ഥിരീകരണം മാൽപേ നൽകുന്നുണ്ട്. എന്തായാലും അത് വളരെ നിർണായകമാണ്. ഓരോ നിമിഷവും നിർണായകമാണ്. ഇനിയിപ്പോൾ നമുക്കറിയേണ്ടത് അത് നമ്മുടെ അർജുന്റെ വാഹനമാണോ എന്നതാണ് ഏറ്റവും പ്രധാനം. അത് അറിയേണ്ടതുണ്ട്. അതാണ് ഇനി അതിന് സ്ഥിരീകരണം ഉള്ളത്. ഏതായാലും മാൽപേ 2ാമത് നടത്തിയ തെരച്ചിലിൽ സ്റ്റിയറിംഗ് കണ്ടെത്തിയെന്ന വിവരമാണ് പങ്കുവെക്കുന്നത്. എന്തായാലും നമുക്കൊപ്പം കുടുംബം കൂടി ചേരുകയാണ്. എങ്ങനെ കാണുന്നു? അർജുന്റേതാണെന്നുള്ള സ്ഥിരീകരണം വരാൻ നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ല. ഏതായാലും അവര് പൊക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആശ്വാസം, തീർച്ചയായിട്ടും ആശ്വാസമുണ്ട്. ഇവിടെ വരാൻ തോന്നി ആ ദിവസം തന്നെ ഇങ്ങനെ ഒരു അതെ ഇവിടെ നേരിട്ട് വന്നിട്ട് ഇത് അറിയുമ്പോ ആശ്വാസമുണ്ട്. തീർച്ചയായും അത് സഹോദരി ആണ്. അത് ഇന്നാണ് അവർ ഇവിടെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവർക്ക് അർജുൻ അവസാനമായി കഴിഞ്ഞ ആ സ്ഥലം അത് കാണണം എന്നുള്ളത് കൊണ്ടാണ് അവർ ഇവിടെ ഇന്ന് എത്തിയത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഇവിടെ എത്തുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും അവർ എത്തിയ ദിവസം തന്നെ ഇത്തരമൊരു വാർത്ത അവർക്ക് കേൾക്കാൻ കഴിഞ്ഞു. ഇനി അത് അർജുന്റെ ആകണമേ എന്ന ഒരു പ്രാർത്ഥനയാണ് അവർക്കുള്ളത്. അതിനായുള്ള അവർ ജിതിനി നമുക്ക് കാണാമോ ദൃശ്യങ്ങളിൽ. എന്തായാലും അതിനായുള്ള ഒരു കാത്തിരിപ്പാണ് ഇപ്പോൾ ഉള്ളത്. വളരെ നിർണായകമായ നിമിഷത്തിലൂടെ
തന്നെയാണ് ഇപ്പോൾ ഇവിടെ കടന്നു പോകുന്നത്. കാരണം 2 മാസമായി നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം, ആ ചോദ്യത്തിനൊരു ഉത്തരം ഇപ്പോൾ അല്പസമയത്തിനകം ലഭിച്ചേക്കാം. ഒരു പക്ഷേ അത് അർജുന്റെ വാഹനമാണെങ്കിൽ ആ തരത്തിൽ അത് സ്റ്റിയറിംഗും കണ്ടു എന്ന ഒരു സൂചന നമുക്ക് മാൽപ്പെ നൽകുമ്പോൾ ആ ക്യാബിനകത്ത് ഒരു പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ മാൽപ്പെ ഇപ്പോൾ ഇതിനകത്ത് പോയിട്ടുണ്ട്. ഇനി അർജുന്റെ വാഹനമാണെങ്കിൽ ആ സ്റ്റിയറിംഗ് കണ്ട ഭാഗങ്ങളിൽ അർജുനെ ഏതെങ്കിലും ഉണ്ടോ, ആ രീതിയിലുള്ള ഒരു ഉത്തരം നമുക്ക് അല്പസമയത്തിനകം തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യം. ഏതായാലും മനാഫ് കൂടി നമ്മളിപ്പം ഒരു സാഹചര്യം കുറച്ചേരം കൊണ്ട് KV ബൈജു അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു. മനാഫ് അല്പസമയത്തിനകം ബൈജുവിനൊപ്പം ചേരും എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് അർജുന്റേതെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല എന്ന് മനാഫ് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഭാരത് ബെൻസിന്റെ ഭാഗമാണ് കണ്ടെത്തിയത് എന്ന് സതീഷ് സൈൽ സൂചിപ്പിച്ചിരുന്നു, കാർവാർ MLA. അപ്പോഴും മനാഫ് അത് തന്റേത് തന്നെ എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല എന്നാണ് പറഞ്ഞത്. കൂടുതൽ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു, സ്റ്റിയറിംഗിന്റെ ഭാഗവും കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കരയോട് ചേർന്ന ഭാഗത്താണ് ഇപ്പോൾ ഈ ലോറിയുടെ അവശിഷ്ടങ്ങൾ കാണുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതാണ്ട് 15 അടി താഴ്ചയിൽ മുങ്ങിത്തപ്പുമ്പോഴാണ് ഈ വിവരങ്ങളൊക്കെ ലഭിക്കുന്നത്, ഈ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്താൻ കഴിയുന്നത്. വലിയ പ്രതീക്ഷ നൽകുകയാണ് ഷിരൂരിലെ രക്ഷാദൗത്യത്തിൽ ഇപ്പോൾ ഈ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞത്. അവിടം കേന്ദ്രീകരിച്ച് കൂടുതൽ തെരച്ചിൽ അനിവാര്യമായി വരുന്ന സാഹചര്യമുണ്ട്. എന്താണ് ഇനിയുള്ള നടപടികളെന്ന് നമ്മൾ ഉറ്റുനോക്കുകയാണ്. അതിനായി അവിടെ അടിയന്തരമായി ഉന്നതതല യോഗം ചേരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ലോറിയുടെ ഭാഗങ്ങൾ അത് പുറത്തേക്ക് എത്തിക്കണമെങ്കിൽ കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ ആവശ്യമായി വരും. ക്രെയിൻ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് ആ രീതിയിലായിരിക്കണം വാഹനം ഉയർത്താൻ ശ്രമിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ സംവിധാനങ്ങളൊക്കെ അവിടേക്ക് എത്തേണ്ടതുണ്ട്. അതിന് കൂടുതൽ ക്രമീകരണങ്ങളും ഏർപ്പാടുകളും ചെയ്യണം. അത് സംബന്ധിച്ചൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയാണ് യോഗം ചേരാൻ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ കാത്തിരിക്കുകയാണ് പ്രതീക്ഷയോടുകൂടി. ഡ്രഡ്ജർ എത്തിച്ച് നടത്തിയ തെരച്ചിലാണ് ഇപ്പോൾ നിർണായക വിവരങ്ങൾ ലഭ്യമാകുന്നത്. ലോറി തല കീഴായി മണ്ണിൽ പുതഞ്ഞ നിലയിലുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അവിടെ മൽപ്പയുടെ നേതൃത്വത്തിൽ നടന്ന തെരച്ചിലാണ് ഇപ്പോൾ ലോറിയുടേതെന്ന് കരുതുന്ന ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ 2 ടയറിന്റെ ഭാഗങ്ങളുണ്ട്. ലോറിയും തടിയും ബന്ധിപ്പിച്ചിരുന്ന കയറിന്റെ ഭാഗം എന്ന് തോന്നുന്ന ദൃശ്യങ്ങളും ലഭിക്കുന്നുണ്ട്. ഏതായാലും അവിടം കേന്ദ്രീകരിച്ച് കൂടുതൽ തെരച്ചിലാണ് മൽപ്പയും സംഘവും. കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തെരച്ചിൽ വേണ്ടിവരും എന്ന സാഹചര്യം കൂടിയാണ് അവിടെ ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. MLA ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും സ്ഥലത്തുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉണ്ട്. മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ തെരച്ചിൽ നടപടികളിൽ അവിടെ എവിടെ വരെ പോകാം എന്ന കാര്യത്തിലൊക്കെ ചില നിയന്ത്രണങ്ങളുണ്ട് മാധ്യമങ്ങളെ സംബന്ധിച്ച് ഇന്ന്. എന്തായാലും അവിടെ തെരച്ചിൽ ഊർജിതമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അർജുന്റെ സഹോദരിയും മറ്റ് ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട്. അർജുന്റെ സഹോദരി ഈ അപകടത്തിന് ശേഷം ഇന്ന് ആദ്യമായാണ് ആ സ്ഥലത്തേക്ക് എത്തുന്നത്. ഗംഗാവലിയിൽ ലോറി ഉണ്ട് എന്ന് സംശയിക്കുന്ന സ്ഥലത്തേക്ക് അവിടെ സഹോദരി ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. അവർ കരയിൽ ഈ തെരച്ചിൽ പ്രവർത്തനങ്ങളൊക്കെ നോക്കിക്കാണുന്നുണ്ട്. അവർ പ്രതീക്ഷയുണ്ട് ഇന്നത്തെ തെരച്ചിലെന്ന് പറയുന്നു. ആശ്വാസകരമാണ് സാഹചര്യങ്ങൾ. അർജുനെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കും എന്ന പ്രതീക്ഷ വീണ്ടും സജീവമായിരിക്കുകയാണ്. അർജുൻ്റേതാണ് ലോറി എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല, പക്ഷേ അവിടെ തെരച്ചിൽ നടക്കുന്നു. ലോറിയുടെ ഭാഗങ്ങൾ അർജുൻ്റേതാണോ എന്ന കാര്യം സ്ഥിരീകരിക്കാനായിട്ടില്ല എങ്കിൽ പോലും ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തുന്നു എന്നത് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. വീണ്ടും KV ബൈജു ചേരുകയാണ്. ബൈജു, മനാഫ് അല്പം മുൻപ് KV ബൈജുവിനോട് സംസാരിച്ചിരുന്നു. എന്താണ് മനാഫ് പറഞ്ഞത്? ഭാരത് ബെൻസിന്റെ ലോറി എന്ന് സതീഷ് സൈൽ പറയുന്നുണ്ട്. അപ്പോൾ പോലും മനാഫ് അത് തന്റേതാണോ എന്ന് സ്ഥിരീകരിക്കാറായിട്ടില്ല എന്നാണ് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ സ്റ്റിയറിംഗിൻ്റെതുൾപ്പെടെയുള്ള ഭാഗങ്ങൾ കണ്ടു എന്ന് മൽപ്പെ പറയുമ്പോൾ എന്താണ് മനാഫിന് പറയാനുള്ളത്? രേണുക, വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ വന്നിരിക്കുന്നു. അത് ന്യൂസ് 18 തന്നെ പുറത്തുവിടുന്നു. 2 ലോറികൾ ഇപ്പോൾ ഈ ഗംഗാവലി പുഴയിൽ മാൽപ്പെ നടത്തിയ തെരച്ചിൽ കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരമാണ് നമ്മൾക്ക് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. അതാണ് മനാഫ് പറഞ്ഞത്. ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. അതായത് 2 ലോറി ഇപ്പോൾ ഈ ഗംഗാവലി പുഴയിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നു. അതിൽ അങ്ങനെയാണെങ്കിൽ അർജുന്റെ ലോറി കണ്ടെത്തി എന്ന ഒരു സ്ഥിരീകരണം നമുക്ക് അല്പസമയത്തിനകം തന്നെ നൽകാൻ കഴിയും. അത്തരത്തിലുള്ള
വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ന്യൂസ് 18 ആ വിവരം ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവച്ചിരിക്കുന്നു. ആദ്യം കണ്ട ലോറിയല്ല, അതിന് സ്ഥലം മാറി തൊട്ടടുത്തായി നമുക്ക് വേണമെങ്കിൽ ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. മാൽപേ ഇപ്പോൾ നിൽക്കുന്ന ആ മാൽപയുമായി മനാഫ്, ലോറി ഉടമ മനാഫ് സംസാരിക്കുകയാണ്. മനാഫാണ് നമ്മോട് ഇപ്പോൾ വ്യക്തമാക്കിയത് ഒരു സന്തോഷ വാർത്ത കൂടി ഉണ്ടെന്ന്. രണ്ട് ലോറി ഇപ്പോൾ ഗംഗാവലി പുഴയിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ അർജുന്റെ ലോറിക്ക് അരികിലേക്ക് എത്തിയിരിക്കുന്നു. സ്റ്റിയറിംഗ് കണ്ടു എന്ന ഒരു വാർത്ത കൂടി നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കും. മാൽപ്പ നടത്തിയ തെരച്ചിലിൽ ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ നമ്മളത് തത്സമയം പ്രേക്ഷകരുമായി പങ്കുവച്ചതാണ്. ആ തിരച്ചിലാണ് മാൽപ്പെ സ്റ്റിയറിംഗ് കണ്ടു എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് രണ്ടാമത്തെ ലോറിയുടെ സ്റ്റിയറിംഗ് ആയിരിക്കാം. ഒരു പക്ഷേ ഇപ്പോൾ മാൽപ്പെ നിൽക്കുന്നതിനും കുറച്ചുകൂടി മാറി അപ്പുറത്തായിരുന്നു ആദ്യ ലോറി കണ്ടെത്തിയതെങ്കിൽ അതിന് സമീപത്ത് തന്നെ രണ്ടാമത്തെ ലോറിയും കണ്ടെത്തിയെന്ന ഒരു വാർത്ത കൂടി, വിവരം കൂടി ന്യൂസ് 18 പുറത്തുവിടുന്നു. അത് ഏറ്റവും നിർണായകമാണ്. അങ്ങനെയാണെങ്കിൽ അർജുന്റെ ലോറിക്കരികിലേക്ക് എത്തിയിരിക്കുന്നു. ജിതിനും അത് തന്നെയാണ് നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിലല്ലെങ്കിലും ജിതിനും ആ സന്തോഷം പങ്കിടുന്നുണ്ടായിരുന്നു. ഇനി അറിയേണ്ടത് ആ തെരച്ചിലിന് ഫലം ഉണ്ടാകുമോ, ആ ലോറിക്കകത്ത് തന്നെ അർജുൻ ഉണ്ടാകുമോ എന്നതാണ്. അതല്ല മൽപ്പ അതിന് ഉത്തരം കണ്ടെത്തിയോ എന്നതാണ്. ഏതായാലും മൽപ്പയെ വീണ്ടും ആഴങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും മനാഫ് നമുക്ക് ഒപ്പം ചേരാൻ, മനാഫ് താഴെ നിന്നും മാൽപ്പയുമായി സംസാരിച്ച് നമുക്ക് അരികിലേക്ക് ഏതായാലും എത്തും, അല്പസമയത്തിനകം എത്തും. മനാഫ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും വളരെ സുപ്രധാനമായ വിവരങ്ങൾ ഇവിടെ നിന്നും പുറത്തു വരുന്നു. രണ്ട് ലോറി ഗംഗാവലി പുഴയിൽ മാൽപ്പെ നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയിരിക്കുന്നു. ഒരു പക്ഷേ ജില്ലാ ഭരണകൂടം പോലും തടഞ്ഞ ഒരു അവസ്ഥയുണ്ടായിരുന്നു ഈ തെരച്ചിലിന് മാൽപ്പയെ. എന്നിട്ടും കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് താൻ ഇത്തരത്തിൽ എത്തുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്കിപ്പോൾ കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിക്കും. മനാഫ് നമുക്ക് അരികിലേക്ക് എന്തായാലും വരുന്നുണ്ട്. ഏതായാലും മനാഫിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ തേടേണ്ടതുണ്ട്. അദ്ദേഹം കൃത്യമായ വിവരങ്ങൾ അദ്ദേഹം നൽകും. മനാഫ്, രണ്ട് വാഹനമാണോ കണ്ടെത്തി? രണ്ടാമത്തെ വാഹനത്തിന് സ്റ്റിയറിംഗും ക്ലച്ചും ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ആദ്യ വാഹനം ഈ രണ്ട് അർജുന്റെ വാഹനമാണെന്ന് നമുക്ക് എന്തെങ്കിലും സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ടോ മനാഫ്? ഏതായാലും രണ്ട് വാഹനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കാം. അതാണ് നേടുക, രണ്ട് വാഹനങ്ങൾ കണ്ടെത്തിയെന്ന സ്ഥിരീകരണം. പക്ഷേ ഒരു വാഹനം രണ്ടാമത് കണ്ടെത്തിയത് ലോറിയാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇല്ല എന്നാണ് മനാഫ് നമ്മളുമായി പങ്കുവച്ചത്. വളരെ കൃത്യമായ വിവരമാണ് അത്. മാൽപ്പയുമായി അദ്ദേഹം പങ്കുവച്ച വിവരങ്ങളാണ്. അദ്ദേഹം കൃത്യമായ വിവരങ്ങൾ നമുക്ക് കൈമാറിയിരിക്കുന്നു. എന്തായാലും വളരെ നിർണായകമായ ഒരു മണിക്കൂറുകൾ തന്നെയാണ്. കഴിഞ്ഞ 2 മാസം എങ്ങനെയായിരുന്നു നമ്മൾ ആകാംക്ഷയോടെ അത്രത്തോളം കാത്തിരുന്ന, അതിലും അപ്പുറം ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ഏതായാലും മാൽപ്പ ഇപ്പോൾ തിരച്ചിൽ താൽക്കാലികമായി നിർത്തി കരയിലേക്ക് കയറി വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം ഇപ്പോൾ കാണിക്കുന്നത്. ഏതായാലും മാൽപ്പ തന്നെ ഒരു പക്ഷേ മാധ്യമപ്രവർത്തകരോട് നമ്മളോട് എന്തൊക്കെ കാര്യങ്ങളെന്ന് ഒരു പക്ഷേ വിവരിച്ചേക്കാം. അദ്ദേഹം അതിനായി മുകളിലേക്ക് വരുന്ന ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. മനാഫേ, ഈശ്വർ മൽപ്പെ അല്പസമയത്തിനകം മാധ്യമങ്ങളോട് സംസാരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. വീണ്ടും ഗംഗാവലിയുടെ അടിത്തട്ടിലേക്ക് പോയ മൽപ്പയ്ക്ക് നിർണായക വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. മറ്റൊരു വാഹനത്തിന്റെ ഭാഗങ്ങൾ കൂടി അവിടെ കണ്ടെത്തിയിരിക്കുന്നു. അത് രണ്ടാമത് കണ്ടെത്തിയത് ലോറിയുടേതാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വേണം. അത് മൽപ്പെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാകും കൂടുതൽ വ്യക്തത കാര്യത്തിൽ വരിക. എന്തായാലും 2 വാഹനങ്ങളുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഒന്ന് ലോറിയുടേതെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. അത് അർജുന്റേതാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. പക്ഷേ ഭാരത് ബെൻസിന്റെ ലോറിയാണ് എന്ന കാര്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അവിടെ നിർണായക നിമിഷങ്ങളിലൂടെയാണ് ഷിരൂർ ദൗത്യം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടെത്തിയ വാഹനങ്ങൾ പുറത്തെത്തിക്കുക എന്നതാണ് ഇനി നിർണായകമായ കാര്യം. അതിൽ കൂടുതൽ സൗകര്യങ്ങൾ, ക്രെയിൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ആവശ്യമായി വരും. ആ വാഹനങ്ങൾ അവിടെ നിന്ന് പുറത്തെത്തിക്കണമെങ്കിൽ അതിനുള്ള നടപടികളൊക്കെ ആലോചിക്കാനായി ഉന്നതതല യോഗം അല്പസമയത്തിനകം ചേരും. രണ്ടാമതൊരു വാഹനം കൂടി കണ്ടിരിക്കുന്നത്. വാഹനം ഏതാന്നുള്ള അതിന്റെ പൂർണ്ണ ഭാഗമില്ല. വാഹനത്തിന്റെ ആക്സിലേറ്ററും ക്ലച്ചും അങ്ങനെയുള്ള ഭാഗങ്ങളുണ്ട്. ആക്സിലേറ്ററും ക്ലച്ചും മറ്റു ഭാഗങ്ങളും ഇപ്പൊ 2 വാഹനമായി. ഇനി ഇതൊക്കെ പൊന്തിക്കണം. ഒക്കെ ഇതിന് കയറിട്ട് വെക്കുന്നുണ്ട്. ഇനി എന്താന്നുള്ളത് കൂടുതൽ മേലോട്ട് വന്നു കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ വാഹനങ്ങൾ ഏതൊക്കെ എന്താന്നുള്ളത്. 2 വാഹനത്തിലാണ് ഈ 2 കയറിട്ടത്. അപ്പൊ രണ്ട് കയറിട്ടത് രണ്ട് വാഹന. പക്ഷെ അത് പിന്നീട് ആ മാർക്ക് ആ അടയാളം പോവാതെക്കാൻ വേണ്ടിട്ട് ഇട്ട് വെക്കണതാണ്. ഇതിന് ടയറോ കാര്യങ്ങളൊന്നുമില്ല. ഇത് ജസ്റ്റ്
ആ ഒരു ഡ്രൈവിംഗ് ഏരിയ. ക്യാബിൻ പോലെ എന്തെങ്കിലും അതെ അതെ ഏരിയ. അതിനകത്തൊന്നും പരിശോധിക്കാൻ സാധിച്ചിട്ടില്ല. അല്ല അത് ക്യാബിൻ തന്നെ ഇല്ല, മുകളിൽ മേൽഭാഗം ഇല്ല. അതിന് സ്റ്റിയറിംഗ് മാത്രമുള്ള ഒരു ഭാഗങ്ങളാണ് ഇതുവരെയുള്ള. ഇല്ല, ഞാൻ പറഞ്ഞ തന്നെയാണ് കാര്യങ്ങളായി വരുന്നത്. ഇത് ഇതിനുള്ളിൽ കുറെ വാഹനങ്ങൾ ഉണ്ട്. ഇത് പറയാനാണ് അനുവദിക്കാത്തത്. ഇത് ഇല്ല, ഒരിക്കലും പറയാൻ കഴിയില്ല. അർജുന അല്ല, അതും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? ഇവിടുന്ന് ഏകദേശം ഒരു 20-30 മീറ്റർ അപ്പുറം രണ്ട് വ്യത്യാസമുണ്ട്. രണ്ടാ ഇവരെ ഞാൻ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നത് ഈശ്വർ മലപ്പിന്റെ കൂടെ മറ്റുള്ളവരും കൂടി അനുവദിച്ചിട്ട് ഇറങ്ങി തപ്പട്ടെ. ഇല്ല, അതെ, ഇന്ന് രാവിലെ എന്റെ നിർബന്ധപ്രകാരമാണ് രാവിലെ തന്നെ 6 മണിക്ക് കൂട്ടിക്കൊണ്ടുവന്ന് വെള്ളത്തിൽ ഇറക്കിയ സ്ഥിതിക്ക് പിന്നെ അവർ കയറ്റിയിട്ടില്ല. എന്നാലും ഒന്നും കൂടി സൗകര്യങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. പിന്നെ എന്താണെന്ന് കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങൾക്കും ഒരു ചുരുള അയ്യേണ്ടതുണ്ട്. അത് അയച്ചുകൊണ്ടിരിക്കേണ്ട അയാള്. അയാൾക്ക് അതിനുള്ള അവസരം കൊടുത്തു കഴിഞ്ഞാൽ അതെ 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 ഭക്ഷണം കഴിച്ചില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇതായി കൊണ്ടുവയ്ക്കാം. ഞാൻ ഭക്ഷണം വാങ്ങി കൊണ്ടുത്തു. അതങ്ങനെ തന്നെ. അതൊക്കെ ഇനി ഇവരല്ലേ തീരുമാനിക്കണ്ടേ. പൊക്കൂല എന്നുള്ള ഒന്നും എന്താ പറഞ്ഞു കഴിഞ്ഞാല് അതൊക്കെ അധികാരികമായി പറയേണ്ടത് ഇവിടുത്തെ ജില്ലാ ഭരണകൂടമാണ്. എന്തായാലും ഈ സാധനങ്ങൾ അവിടെ ഉണ്ട്, അത് ഉറപ്പാണ്. 2 വാഹനം ഉണ്ട്. അതൊരിക്കലും കഴിയൂല, അറിയില്ല എന്നുള്ളത്. ഇനി അതൊക്കെ മേലോട്ട് വന്നു കഴിഞ്ഞാലേ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. അത് തല കീഴായിട്ടുള്ളത്, ഇത് തല കീഴായിട്ടല്ല ഉള്ളത്. ക്യാബിൻ ഇതുവരെ സുരക്ഷിതമായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. ഞങ്ങളെ വണ്ടിന്റെ ക്യാബിന്റെ ഉള്ളിലുള്ള ഒരു പാർട്സ് ഇതുവരെ കിട്ടിയിട്ടില്ല. മറ്റു പാർട്സുകൾ ഒരുപാടെണ്ണം കിട്ടിയല്ലോ നമുക്ക്. പക്ഷെ അതിൽ ഒരു ഭാഗത്ത് പോലും നമ്മളെ ക്യാബിന്റെ ഉള്ളിലുള്ള പല സാധനങ്ങളും ഉണ്ട്, ക്യാബിന്റെ ഉള്ളിലുണ്ടാവും. ആ സാധനങ്ങളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതിന്റെ അർത്ഥം ക്യാബിനൊന്നും പറ്റരുതെന്നാണ് എന്റെ മനസ്സ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ബാക്കി രണ്ടാമത്തെ പണി അയക്കിന് വണ്ടി ട്രക്കിന്റെ ആവാൻ ചാൻസ് കുറവാണെന്നാ പറയുന്നത്. മൂപ്പര് പറയുന്ന പ്രകാരം ടെമ്പോ ട്രാവലറോ അങ്ങനെയുള്ള എന്തോ ആണെന്നുള്ളതാ പറയുന്നത്. അപ്പൊ ഇത് എന്താന്നുള്ള ഈ അത്ഭുതം തോന്നുന്നുണ്ട്. ഇവിടുത്തെ ഈ വെള്ളത്തിന്റെ അടിയിൽ ഇനി എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഇനി കൂടുതൽ എന്താണ് നിഷ്പക്ഷമായിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് ഇയാളെ തിരയാൻ അനുവദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് സംവിധാനം ഇതൊക്കെ മതി. ഈ തെരച്ചിലിന് ഇത് മതി. ഡൈവേഴ്സ് ഉണ്ടെങ്കിൽ അയാളെ കൂടെ ഡൈവേഴ്സ് ഉണ്ട്. പക്ഷെ അനുവദിക്കാത്തത് കൊണ്ടാണ് ഈ 5 പൈസ പ്രതിഫലം വാങ്ങാതെ വന്ന് ചെയ്തും കൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അയാളത്. ആ ഇതിലേക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി അയാൾക്ക് ഒറ്റക്കാണ്. വെള്ളത്തിന്റെ അടിയിൽ നിന്ന് അയാൾക്ക് എന്തൊക്കെ സംഭവിച്ചു എനിക്ക് നീന്തി രക്ഷപ്പെടുത്താൻ പോലും അറിയില്ല. അതേമാതിരി സഹായത്തിന് ആളുകളെ വരെ നിർത്താൻ അവിടെ നിൽക്കണില്ല. എല്ലാവരും കൂടുതൽ അയാൾക്കൊരു കൂടുതൽ മാൻ പവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയും കാര്യങ്ങളൊക്കെ നടക്കും. എനിക്ക് അയാളെ മുകളിൽ 100% വിശ്വാസമുണ്ട്. നമുക്ക് നമ്മളെ വണ്ടിയും എല്ലാം അർജുനെയും ഒക്കെ കണ്ടെത്തി തരും അയാൾ. ഓക്കെ. മനാഫാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള തെരച്ചിലിൽ പൂർണ്ണ വിശ്വാസം എന്നതാണ് മനാഫ് പറയുന്നത്. ഇന്നത്തെ തെരച്ചിലിൽ 2 വാഹനങ്ങളുടെ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഒന്ന് ലോറിയുടേതെന്ന് സ്ഥിരീകരിക്കുമ്പോൾ മറ്റൊന്ന് ലോറിയുടേതാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അത് ചെറിയ ഏതോ ഒരു വാഹനത്തിൻ്റെതെന്ന് മൽപ്പ പറയുന്നു എന്നതാണ് മനാഫ് പറയുന്നത്. എന്തായാലും 2 വാഹനങ്ങളുടെ ഭാഗങ്ങളും കയറിട്ട് ബന്ധിച്ചിട്ടുണ്ട്, അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ വേണമെങ്കിൽ ക്രെയിൻ ഉൾപ്പെടെ എത്തിച്ച് അത് പുറത്തേക്ക് എത്തിക്കണം. അങ്ങനെയൊക്കെയുള്ള നടപടികൾ വേണമെങ്കിൽ അതിന് ജില്ലാ ഭരണകൂടമാണ് തീരുമാനമെടുക്കേണ്ടത്. അത് തങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല എന്നതാണ് മനാഫ് പറയുന്നത്. ഈശ്വർ മാൽപ്പയുടെ നിസ്വാർത്ഥമായ സേവനമാണ് ഇപ്പോൾ അവിടെ നമ്മൾ കാണുന്നത്. ഈശ്വർ മാൽപ്പയെ ഒറ്റയ്ക്കാണ് ഇത്രയും തവണ മുങ്ങി ഈ വിവരങ്ങളൊക്കെ ശേഖരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെ പോലും ഇറങ്ങാനോ തിരയാനോ അധികാരികൾ അനുവദിക്കുന്നില്ല എന്നൊരു സാഹചര്യം കൂടി മനാഫ് ചൂണ്ടിക്കാട്ടുകയാണ്. രണ്ടാമത് കണ്ടെത്തിയത് വാഹനത്തിന്റെ അവശിഷ്ടങ്ങളാണ്. അത് സ്റ്റിയറിംഗ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ, ക്ലച്ചിന്റെ ഭാഗങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ആ വാഹനം തകർന്ന നിലയിലാണ്.
അത് പൂർണ്ണമായിട്ടുള്ളൊരു വാഹനമല്ല, അതൊരു വാഹനത്തിന്റെ ഭാഗം മാത്രമാണ്, അത് ലോറിയുടേത് അല്ല എന്നും മൽപ്പെ പറയുന്നു എന്നതാണ് മനാഫ് സൂചിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2 വാഹനങ്ങളുടെ ഭാഗങ്ങൾ അവിടെ കണ്ടെത്തിയിരിക്കുന്നു. അത് ഒന്ന് ലോറിയുടേതെന്ന് സ്ഥിരീകരിക്കുന്നു, പക്ഷേ അത് അർജുൻ്റേതാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. മറ്റൊന്ന് ഒരു ചെറിയ വാഹനത്തിന്റെ, ലോറിയുടേത് അത്രയും വലിപ്പമില്ലാത്ത ചെറിയ വാഹനത്തിൻ്റെതാണ്, പിക്കപ്പ് വാനോ മറ്റോ ആയിരിക്കാം എന്നാണ് പറയുന്നത്. ഒരുപാട് ദുരൂഹതകൾ ഇനിയും ഗംഗാവലി പുഴയ്ക്കുള്ളിലുണ്ട്. ആ അപകടത്തിൽ എന്തൊക്കെ ഗംഗാവലി കൊണ്ടുപോയിട്ടുണ്ട് എന്നറിയില്ല. കൂടുതൽ ദുരൂഹതകളാണ് നമ്മൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ നൽകുന്നത്. അതിൽ പുറത്തെത്തിച്ചുള്ള പരിശോധനയിൽ മാത്രമേ വാഹനം ഏത് എന്നൊക്കെ വ്യക്തമായി അറിയാൻ കഴിയുള്ളൂ. പുറത്തേക്ക് ഈ അവശിഷ്ടങ്ങൾ എത്തിക്കണമെങ്കിൽ അത് ഇനിയും ശ്രമകരമായ ദൗത്യമാണ്. ക്രെയിൻ ഉൾപ്പെടെ എത്തിച്ചു വേണം ഈ വാഹന ഭാഗങ്ങൾ പുറത്തെത്തിക്കാൻ. അതൊക്കെ എങ്ങനെ വേണം എന്ന് ആലോചിക്കാനായി ഉന്നതതല യോഗം ഇന്ന് വൈകിട്ടോടുകൂടി അവിടെ ചേരും എന്നാണ് മനസ്സിലാക്കുന്നത്. MLA ഉൾപ്പെടെയുള്ളവർ ഇന്നത്തെ തെരച്ചിലിന് സാക്ഷികളായി കരയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം നേരത്തെ മാധ്യമങ്ങളെ കണ്ട് ഈ വാഹനത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തി എന്ന കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇനി എന്തൊക്കെ നടപടികൾ ഉണ്ടാകുന്നു എന്ന് നമ്മൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. എന്തായാലും ഷിരൂർ ദൗത്യത്തിലെ നിർണായകമായ നിമിഷങ്ങളാണ് കടന്നു പോകുന്നത്. വാഹനത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെ കണ്ടെത്തിയിരിക്കുകയാണ്. 2 വാഹനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുമ്പോൾ അതിൽ ഒന്ന് ലോറിയുടേതെന്ന് പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട്. 2 ടയറിന്റെ ഭാഗങ്ങളും ലോറിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന കയറിന്റെ ഭാഗങ്ങളുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആ വാഹന ഭാഗങ്ങൾ കയറിട്ട് ബന്ധിപ്പിച്ച് ആ സ്ഥലം, അത് കണ്ടെത്തിയ സ്ഥലം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈശ്വർ മാൽപ്പെ. പക്ഷേ ഈശ്വർ മാൽപ്പയുടെ ഒറ്റയ്ക്കുള്ള ശ്രമഫലമായാണ് ഇന്ന് നിർണായക വിവരങ്ങൾ ലഭിക്കുന്നത്. അദ്ദേഹത്തിന് സഹായികളെ പോലും ഈ പരിശ്രമത്തിൽ കൂടെ കൂട്ടാൻ കഴിയാത്ത അവസ്ഥയാണ് ഉള്ളത്. കൂടുതൽ ഇടപെടലുകൾ വേണ്ടിവരും ഇപ്പോഴും എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ പേരെ ഉൾപ്പെടുത്തിയുള്ള തെരച്ചിൽ വേണം എന്ന ഒരു കാര്യം മനാഫ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അർജുൻ്റെ കുടുംബത്തിനും മനാഫിനും ഒക്കെ മൽപ്പയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ തിരച്ചിലിൽ പൂർണ്ണ വിശ്വാസവും ആശ്വാസവും ഒക്കെ ഉണ്ട്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത് അവരെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്നതാണ്. അർജുൻ്റെ സഹോദരി ഉൾപ്പെടെയുള്ളവർ ഇന്ന് അവിടെ ഷിരൂരിൽ ഉണ്ട്, ഈ ദൗത്യം നടക്കുന്നതിന് സമീപമുണ്ട്. അവർ ഓരോ നിമിഷവും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. പക്ഷേ ഈശ്വർ മാൽപ്പയ്ക്ക് മാത്രമായി കൂടുതൽ കണ്ടെത്തലുകൾ നടത്തുക സാധ്യമല്ല. കൂടുതൽ യന്ത്രഭാഗങ്ങൾ ഉള്ള ഇടത്ത് കൂടുതൽ തെരച്ചിൽ മനുഷ്യസാധ്യമാകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ക്രെയിൻ ഉൾപ്പെടെ എത്തിച്ച് ഇത് പുറത്തേക്ക് എത്തിക്കുക എന്ന കാര്യങ്ങളാണ് ഇനി നടക്കേണ്ടത്. അതിന് കൂടുതൽ ഉന്നതതലത്തിൽ നിന്നുള്ള തീരുമാനങ്ങൾ അനിവാര്യമായി വരുന്നു. ബൈജു വീണ്ടും നമുക്കൊപ്പം അവിടെ നിന്ന് ചേരുകയാണ്. ബൈജു, ഇങ്ങനെ കണ്ടെത്തിയിട്ടുള്ള യന്ത്രഭാഗങ്ങൾ ഏത് വാഹനത്തിൻ്റേത് എന്നൊക്കെ സ്ഥിരീകരിക്കണമെങ്കിൽ അത് പുറത്തെത്തിച്ച് പരിശോധിച്ചാൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. മനാഫിനും യാതൊരു ഉറപ്പുമില്ല അർജുൻ്റെ വാഹനമാണോ, അർജുൻ്റെ വാഹനത്തിൻ്റെ ഭാഗങ്ങളാണോ കണ്ടെത്തിയിട്ടുള്ളത് എന്ന്. ഇത്രയധികം ദിവസത്തിൻ്റെ പഴക്കം ഉൾപ്പെടെയുണ്ട്. അപ്പോൾ ഇത് പുറത്തെത്തിക്കാൻ ഇനി എന്ത് നടപടികൾ, അതിനുള്ള നീക്കങ്ങൾ എങ്ങനെ? MLA ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. എന്താണ് അദ്ദേഹം നൽകുന്ന സൂചന? ഒരു ഉന്നതതല യോഗം ഉടൻ ചേരുമെന്ന് മനസ്സിലാക്കുന്നു. എപ്പോൾ എവിടെയായിരിക്കും ആ യോഗം നടക്കുക? ജില്ലാ ഭരണകൂടം ഇപ്പോൾ കണ്ടെത്തിയ ഈ വസ്തുക്കളൊക്കെ പുറത്തേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിലേക്ക് കടക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനം ഈ ഗംഗാവലി പുഴയിലുള്ള ഇപ്പോൾ ഈ പ്രവൃത്തികൾ വലിയ സങ്കീർണതകളിലേക്ക് കടക്കുന്നു എന്നത് തന്നെയാണ്. കാരണം കൂടുതൽ വാഹനങ്ങൾ ഇതിനകത്ത് പതിച്ചിട്ടുണ്ടോ, എത്രത്തോളം ഈ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം എന്ന കാര്യത്തിൽ ഈ കർണാടക സർക്കാരിന് ഈ കൃത്യമായ കണക്കുകളില്ലേ എന്നൊക്കെ ചോദ്യങ്ങൾ ഉയർത്തേണ്ടി വരും. കാരണം ഇപ്പോൾ 2ാമത്തെ വാഹനം കൂടി ലഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇനിയും കൂടുതൽ വാഹനങ്ങൾ ഉണ്ടോ, അതൊക്കെ ഇനി വലിയ ചോദ്യചിഹ്നമായി തന്നെ വരുന്നു. അപ്പോഴും അർജുന്റെ വാഹനമാണ് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നമുക്ക് ലഭിച്ചിട്ടില്ല. അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് മാൽപ്പയുടെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും വെറും 10 മിനിറ്റ് മാത്രം മാൽപ്പ നടത്തിയ തെരച്ചിലാണ് 2ാമതൊരു വാഹനം കണ്ടെത്തിയത്. നമ്മൾ ആ മാൽപ്പ തെരച്ചിലിനായി പോകുന്നത് മുതൽ പുറത്തേക്ക് വന്ന് കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നവരുള്ള ദൃശ്യങ്ങൾ തത്സമയം നമ്മൾ കാണിച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്തുള്ളിൽ 2ാമതൊരു വാഹനം കൂടി കണ്ടെത്തി. ഏതായാലും അദ്ദേഹം ഭക്ഷണം പോലും കഴിക്കാതെ ഇന്ന് രാവിലെ 6 മണിക്കാണ് ഇവിടെ എത്തി. ഇപ്പോൾ ഈ
സമയം വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഡ്രഡ്ജർ പൂർണ്ണമായും പ്രവർത്തനം നിർത്തിവെച്ച ഒരു സാഹചര്യം കൂടി നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും മാൽപ്പയും സംഘത്തെയും അവർ അവിടുത്തെ നിന്ന് ഇത്തരത്തിൽ കാര്യങ്ങൾ സംസാരിക്കാനാണ് നമുക്ക് ദൃശ്യങ്ങൾ തത്സമയം കാണുന്നത്. ആ കയറ് കാണാം, അത് വാഹനത്തിൽ കെട്ടിയിട്ട കയറാണ്. 2 വാഹനങ്ങൾ കണ്ടെത്തി. ആ 2 വാഹനത്തിലും കയറ് ഇത്തരത്തിൽ മാൽപ്പയെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അത് മറ്റെവിടെയെങ്കിലും പോയാൽ പിന്നീട് ഈ ഒഴുക്കിനോ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പോയാൽ കാണാതായി പോകരുതെന്ന് കരുതിയാണ് അദ്ദേഹം കയറിട്ടതെന്നാണ് മനാഫ് വ്യക്തമാക്കിയത്. ഏതായാലും 2 വാഹനം ഈ പുഴയിൽ നിന്നും കണ്ടെത്തിയെന്ന ഒരു സ്ഥിരീകരണമാണ് ഇപ്പോൾ വരുന്നത്. ഇനി കൂടുതൽ വാഹനങ്ങളുണ്ടോ? അല്പസമയത്തിനകം വീണ്ടും മാൽപ്പെ ഈ ആഴങ്ങളിലേക്ക് ഇത്തരത്തിൽ ഇത് തേടിയുള്ള യാത്ര തുടരും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഭക്ഷണത്തിന് ഒരു സമയത്തിന് വേണ്ടി അദ്ദേഹം കാത്തിരിക്കുകയാണ്. നമ്മളും രാവിലെ മുതൽ തന്നെ ഈ വാർത്തയുടെ ഇത്തരത്തിൽ ഇന്ന് നിർണായകമായ ഇന്ന് ഈ ഘട്ടത്തിലേക്ക് കടക്കുന്ന ഇതിന്റെ അടിസ്ഥാനത്തിൽ തത്സമയം ഇതിന്റെ പ്രേക്ഷകർക്കായി തത്സമയ വിവരങ്ങളുമായി നമ്മളും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ സമയം വരെ കൃത്യമായ ഓരോ വിവരങ്ങളും കൃത്യമായി നൽകിക്കൊണ്ട് പ്രേക്ഷകർക്ക് അതിലേറ്റവും പ്രധാനം ഈ ലോറി കണ്ടെത്തിയെന്ന ആ വാർത്ത ആദ്യം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ്. പിന്നീട് രണ്ടാമത് ഒരു വാഹനം കൂടി കണ്ടെത്തിയെന്ന വിവരവും ന്യൂസ് 18 ആണ് ആദ്യം പുറത്തുവിടുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇവിടുന്ന് പുറത്തു വരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ജില്ലാ ഭരണകൂടം വളരെ പ്രധാനപ്പെട്ട യോഗം ഇപ്പോൾ ചേരുന്നുണ്ട്. ആ യോഗത്തിന് ശേഷം ഇനി ഏത് രീതിയിലാണ് ഈ വാഹനങ്ങൾ പുറത്തെടുക്കേണ്ടത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകും. ഒരു പക്ഷേ നാളെ ആയിരിക്കും അത് സംബന്ധിച്ചുള്ള പ്രവർത്തികളൊക്കെ നടക്കുക. രേണുക, ബൈജു, ഇപ്പോൾ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണോ ബൈജു നൽകുന്ന വിവരം? ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട് യോഗത്തിൽ എന്നത് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? SP, അതുപോലെ തന്നെ കാർവാർ MLA, അതുപോലെ തന്നെ AKM അഷ്റഫ് MLA, ജില്ലാ കളക്ടർ എന്നിവർ പങ്കെടുക്കുന്ന യോഗമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൽ നേരത്തെ കാർവാറിലും സമാനമായ രീതിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. കാർവാറിൽ കാളി നദിക്ക് കുറുകെയുള്ള പാലം തകർന്ന് ലോറി പുഴയിലേക്ക് പതിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഇതേ രീതിയിലുള്ള ഇതേ ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെയായിരുന്നു അന്ന് യോഗം ചേർന്ന് തീരുമാനിച്ച് മാൽപ്പയെ കൊണ്ട് ആ ലോറി പുറത്തേക്കെടുത്തത്. അതിന്റെ ഉടമ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ആ ലോറി പുറത്തേക്ക് എടുക്കാൻ തന്നെ ജില്ലാ ഭരണകൂടം തീരുമാനമെടുത്തത്. നമ്മൾക്ക് ഇപ്പോൾ വീണ്ടും ആ തത്സമയ ഇവിടുന്ന് ദൃശ്യം കാണാം. മാൽപ്പെ വീണ്ടും ആ ആഴങ്ങളിലേക്ക് അത്തരത്തിൽ വീണ്ടും ഇറങ്ങുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തായാലും മാൽപ്പെ തന്റെ ദൌത്യം തുടരുകയാണ്. ഇന്ന് അദ്ദേഹം ആഹാരം പോലും കഴിക്കാതെയാണ് ഈ തെരച്ചിൽ നടത്തുന്നതെന്ന് വേണം ഓർക്കാൻ. അത് ജില്ലാ ഭരണകൂടത്തിന്റെ ഏതെങ്കിലും തരത്തിൽ ക്ഷണിച്ച് ആ രീതിയിലുള്ള പ്രവർത്തനമല്ല. അദ്ദേഹം സ്വന്തം നിലയ്ക്ക്, അതായത് കഴിഞ്ഞ ദിവസം കണ്ണാടിക്കലിലെ അർജുന്റെ വീട്ടിൽ അദ്ദേഹം അമ്മയെ കാണാനെത്തിയിരുന്നു. അതുപോലെ തന്നെ ലോകേഷിന്റെയും ജഗന്നാഥിന്റെയും വീട്ടിലും അദ്ദേഹം എത്തിയിരുന്നു. അവരെ കണ്ട് അവർക്ക് നൽകിയ ഉറപ്പാണ് താൻ അവരെ കണ്ടെത്തും എന്നത്, എന്ത് സംഭവിച്ചു എന്നത് താൻ കുടുംബത്തിന് അറിയിക്കുമെന്നത്. ആ ഒരു ദൌത്യവുമായാണ് ഇന്ന് മാൽപ്പയുടെ ഇവിടെ എത്തിയത്. ആദ്യം മാൽപ്പയെ ചെറിയ തോതിൽ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് SP ഇത്തരത്തിൽ തെരച്ചിൽ നടത്താൻ അനുമതി നൽകുകയായിരുന്നു. ഈ മാൽപ്പെ ഇന്ന് നടത്തിയ ആ തെരച്ചിലാണ് നിർണായകമായ വിവരങ്ങൾ. അതായത് മാൽപ്പെ വീണ്ടും ആഴങ്ങളിലേക്ക് പോവുകയാണ്. ഇനി അടുത്ത എന്ത് വിവരങ്ങളാണ് മാൽപ്പയ്ക്ക് ഇത്തരത്തിൽ നൽകാൻ കഴിയുക? ഇനി അർജുന്റെ വാഹനമാണോ? ക്യാബിൻ തകർന്നിട്ടില്ല എന്ന ഒരു ആശ്വാസ വാർത്ത കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും അത് അർജുന്റെ വാഹനമാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല. ഇപ്പോൾ നേരത്തെ ആദ്യം കണ്ടെത്തിയ ലോറി, ആ ലോറിക്ക് ക്യാബിന് കേടുപാട് വലിയ തോതിൽ സംഭവിച്ചിട്ടില്ല എന്നൊരു വിവരം തന്നെയാണ് വരുന്നത്. അത് വലിയ ആശ്വാസ വാർത്ത തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ വേഗം അർജുനിലേക്ക് എത്താൻ ഒരുപക്ഷെ വാഹനം അർജുന്റേതാണെങ്കിൽ സാധിക്കുമെന്ന് തന്നെ കരുതണം. ഏതായാലും ഇപ്പോൾ SDRFന്റെ ഒരു സംഘം ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഏതായാലും കൂടുതൽ സംഘങ്ങൾ ഇവിടെ എത്തി തെരച്ചിൽ ഊർജിതമാക്കാൻ തന്നെയാണ് തീരുമാനം എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഏതായാലും ഡ്രഡ്ജർ അതിന്റെ പ്രവൃത്തി ഇപ്പോൾ നിർത്തിവെച്ചിട്ടുണ്ട്. മണ്ണ് നീക്കം ചെയ്യാനാണ് ഡ്രഡ്ജർ കൊണ്ടുവന്നത്. ലോറിക്ക് മുകളിൽ ഇത്തരത്തിൽ മണ്ണ് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് അത് മാറ്റണം എന്നുള്ളതുകൊണ്ടാണ് ഡ്രഡ്ജർ കൊണ്ടുവന്നത്. പക്ഷേ അതിന് സമീപത്തായി, ഡ്രഡ്ജറിന് തൊട്ട് സമീപത്തായി തന്നെയാണ് ആദ്യ ലോറി കണ്ടെത്തിയത്. നിരവധി ഈ അർജുന്റെ വാഹനത്തിലെ മരങ്ങൾ അവിടെ നിന്നും കണ്ടെത്തിയിരുന്നു. അതേ സ്ഥലത്ത് പിന്നീട് അതിന് സമീപത്തായി രണ്ടാമത്തെ വാഹനം കൂടി കണ്ടെത്തി. ഇപ്പോൾ ഡ്രഡ്ജറിന്റെ അടുത്തേക്ക് ആ SDRF സംഘമാണ് എന്ന് ബൈജു പറഞ്ഞു. അവരെത്തുന്നതാണ് നമ്മൾ കാണുന്നത്. അതിൽ മുങ്ങൽ വിദഗ്ധർ ഉണ്ടാകുമോ? എന്താണ് നീക്കങ്ങൾ? അവിടെ കൂടുതൽ പേർ എത്തുന്നത് ഈ വാഹനങ്ങൾ കണ്ടെത്തിയ ഭാഗത്തെ തെരച്ചിൽ ഊർജിതമാക്കുന്നതിൽ എത്രമാത്രം നിർണായകമാണ്? എന്താണ് അവരുടെ ലക്ഷ്യമെന്നാണ് മനസ്സിലാക്കുന്നത്?
മുങ്ങൽ വിദഗ്ധരായി ഇപ്പോൾ നിലവിൽ ഇവിടെ മാൽപ്പയും സംഘവും അല്ലാതെ മറ്റേതെങ്കിലും ആളുകൾ എത്തിയിട്ടില്ല. നേവി പ്രത്യേകിച്ച് ഇന്ന് തെരച്ചിലിന് പങ്കാളികളായിട്ടില്ല. ഇതിൽ ഇന്ന് നിർണായകമായത് മാൽപ്പയുടെ തെരച്ചിൽ തന്നെയാണ്. മാൽപ്പയെ കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി അതേ ഭാഗത്ത് നേരത്തെ ലോറി കണ്ടെത്തിയ, അതായത് ഇപ്പോൾ കയറ് കെട്ടിവെച്ചിരിക്കുന്ന അതേ ഭാഗത്തേക്ക് മാൽപ്പയെ വീണ്ടും ഇപ്പോൾ ഒരു യാത്ര തുടരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം ഇനി എത്ര കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുമോ എന്നറിയാനാണ് അദ്ദേഹം പോകുന്നത്. അത് നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുകയാണെന്ന് ഒരു പക്ഷേ നമുക്ക് വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ നമുക്ക് വിവരങ്ങൾ കൃത്യമായി ഇതിന്റെ ഒരു വ്യക്തത നമുക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഏതായാലും മാൽപ്പെ ആഹാരം പോലും കഴിക്കാതെയാണ് തന്റെ ഈ ദൌത്യം തുടരുന്നത്. അദ്ദേഹം ഇപ്പോൾ തനിച്ചാണ്. അദ്ദേഹം തനിച്ച് മാത്രമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ പുഴയുടെ ആഴങ്ങളിലേക്ക് കടക്കുന്നത്. അദ്ദേഹത്തിന്റെ സംഘങ്ങൾ കൂടുതൽ പേർ ഇന്നില്ല. അദ്ദേഹത്തിന് നേരത്തെ മനാഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ സാമ്പത്തികമായ സഹായങ്ങളൊന്നും തന്നെ ലഭിക്കാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അദ്ദേഹം സ്വന്തം 3 വീട്ടുകാർക്ക്, അവരുടെ അമ്മമാർക്ക് നൽകിയ ഉറപ്പ്, ആ ഉറപ്പ് പാലിക്കാനായാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. അതിനായാണ് അദ്ദേഹം ആ ദൌത്യം സ്വന്തം ഉത്തരവാദിത്തത്തിൽ, സ്വന്തം റിസ്കിൽ ഏറ്റെടുത്തെന്നോണം പറയാൻ ആ ആഴങ്ങളിലേക്ക് അദ്ദേഹം വീണ്ടും പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഗംഗാവലി പുഴയിൽ നിന്നും സങ്കീർണതകൾ ഏറുന്നു എന്ന് വേണം പറയാൻ. ഓരോ മിനിറ്റിനും പുതിയ വിവരങ്ങൾ. ഏതായാലും 10 മിനിറ്റിന് താഴെ മാത്രമാണ് ഇത്തരത്തിൽ ഈ ആഴങ്ങളിൽ ഈ മാൽപ്പെ തെരച്ചിൽ നടത്തുന്നത്. അതിനുശേഷം മുകളിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. എന്നാലും ഇപ്പോൾ കയർ, നേരത്തെ ലോറിക്ക് ബന്ധിപ്പിച്ച കയർ, അത് ഉയർത്തി അദ്ദേഹം കാണിക്കുന്നുണ്ട്. ആ കയർ ലക്ഷ്യമാക്കി ടോർച്ചും മറ്റ് സംവിധാനങ്ങളുമായാണ് അദ്ദേഹം അങ്ങോട്ടേക്ക് നീങ്ങുന്നത്. ഇനി കൂടുതൽ ആ വാഹനത്തെക്കുറിച്ച് അറിയാനായിരിക്കും ഒരുപക്ഷെ ഇനി വരും മിനിറ്റുകൾക്കകം തന്നെ കൃത്യമായ വിവരം ഒരുപക്ഷെ നമുക്ക് ലഭിച്ചേക്കാം. എന്തായാലും ജിതിനും അതുപോലെ തന്നെ അർജുന്റെ സഹോദരി അഞ്ജുവും ഉൾപ്പെടെ ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. വലിയ പ്രതീക്ഷയിലാണ് അവർ. ആ രീതിയിലാണ് അവർ വാക്കുകളും പങ്കുവച്ചത്. അവർ കുറെ ദിവസങ്ങളായി ഇവിടെ എത്തണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. കാരണം അർജുൻ, തനിച്ചായ അർജുൻ കാണാതായ ആ സ്ഥലത്ത് എത്തണമെന്നത് അവരുടെ വലിയ ആഗ്രഹമായിരുന്നു. അതിന്റെ ഭാഗമായാണ് അവർ ഒടുവിൽ ഇന്ന് ഇവിടെ എത്താൻ തീരുമാനിച്ചതും ഇന്ന് രാവിലെ എത്തിയതും. രാവിലെ മുതൽ തന്നെ ഈ ഗംഗാവലി പുഴയുടെ തീരത്ത് ഓരോ ഇവിടുത്തെ ഈ ദുരന്തം നടന്ന ഭൂമി അവരവർ കാണുന്നുണ്ടായിരുന്നു. മണ്ണിടിഞ്ഞ ഭാഗങ്ങളൊക്കെ അവർ അത്തരത്തിൽ നോക്കി കാണുന്നുണ്ടായിരുന്നു. ആ സമയത്തും അവർ പറഞ്ഞത് അവർ ഏതെങ്കിലും തരത്തിൽ ഇന്ന് ഇത്തരത്തിലൊരു നല്ല വാർത്ത അത് ഉണ്ടാവും എന്ന് തന്നെയാണ്. ഏതായാലും മാനസികമായി അവർ പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കാരണം അവർക്ക് ഈ ഏതെങ്കിലും തരത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതാണ് ഇപ്പോൾ വീട്ടുകാരും അവരും കാത്തിരിക്കുന്നത്. എന്തായാലും മാൽപ്പെ തന്റെ ദൌത്യവുമായി വീണ്ടും യാത്ര തുടരുകയാണ്. അദ്ദേഹം തനിച്ചാണ് ഇന്ന് ഈ തെരച്ചിൽ നടത്തുന്നതെന്നും ശ്രദ്ധേയമാണ്. കുടുംബങ്ങൾക്ക് നൽകിയ ഉറപ്പ് അത് പാലിക്കാനായി അദ്ദേഹം സ്വന്തം ജീവൻ പോലും പണയം വെച്ച് അത്തരത്തിലുള്ള ഒരു തെരച്ചിൽ നടത്തുന്നു. കൂടുതൽ വ്യക്തത ഓരോ മിനിറ്റുകൾക്കും വരുന്നു, പുതിയ വിവരങ്ങൾ വരുന്നു. ഗംഗാവലി പുഴയിൽ നിന്നും വീണ്ടും ഇത്തരത്തിൽ ഒരുപാട് വിവരങ്ങൾ പുതുതായി വരുന്നു. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. രേണുക, വളരെ നിർണായകമായ നിമിഷങ്ങളാണ് ശിരൂർ ദൌത്യത്തിൽ ഇപ്പോൾ കടന്നുപോകുന്നത്. 2 വാഹനത്തിന്റെ ഭാഗങ്ങൾ ഗംഗാവലി പുഴയിൽ കണ്ടെത്തിയെന്ന നിർണായക വിവരമാണ് ശിരൂരിൽ നിന്ന് ലഭിക്കുന്നത്. ശിരൂരിലെ തെരച്ചിലിൽ ഏറ്റവും ആശ്വാസം നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന വിവരങ്ങളാണ് അവിടെ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിൽ നടന്ന തെരച്ചിലാണ് ഇപ്പോൾ 2 വാഹനങ്ങളുടെ യന്ത്രഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ ഒരു വാഹനത്തിന്റെ സ്റ്റിയറിംഗ് ഉണ്ട്, ക്ലച്ചിന്റെ ഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അത് പക്ഷേ ലോറി അല്ല എന്നതാണ് സംശയിക്കുന്നത്. ചെറിയ വാഹനമാണ്, ലോറിയേക്കാൾ ചെറിയ വാഹനത്തിന്റെ ഭാഗങ്ങളാണ് എന്നതാണ് മാൽപ്പെ പറയുന്നത്. മറ്റൊന്ന് ലോറിയുടെ ഭാഗങ്ങൾ തന്നെ എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. അതിൽ 2 ടയറിന്റെ ഭാഗങ്ങളും മറ്റുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആ ലോറി തലകീഴായി മറിഞ്ഞ നിലയിലാണ് എന്നും ഈശ്വർ മാൽപ്പെ പറയുന്നു. അത് തകർന്നിട്ടില്ല, ആ ലോറി തകർന്നിട്ടില്ല, അത് തലകീഴായി മറിഞ്ഞ നിലയിൽ മണ്ണിൽ പുതഞ്ഞിരിക്കുന്നു എന്നതാണ് മാൽപ്പെ പറയുന്ന വിവരം. 2 ടയറിന്റെ ഭാഗങ്ങളുണ്ട്. ആ ടയർ ലോറിയുടേതെന്നും ഭാരത് ബെൻസിന്റേതെന്നും സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ അർജുന്റെ വാഹനമാണോ എന്ന് സ്ഥിരീകരിക്കാനാകില്ല എന്നാണ് കാർവാർ MLA-യും മാൽപ്പയും ഒപ്പം ലോറി ഉടമയായ മനാഫും പറയുന്നത്. ഈശ്വർ മാൽപ്പെ ഇതിനോടകം പലതവണ മുങ്ങിത്താന്ന് വിവരങ്ങൾ ശേഖരിക്കുകയാണ്. അദ്ദേഹം ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാതെ തെരച്ചിലിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ അദ്ദേഹം ഭക്ഷണത്തിന് ഇടവേള എടുക്കുന്നു എന്ന് പറഞ്ഞിട്ടും വീണ്ടും അദ്ദേഹം ഇപ്പോൾ ഗംഗാവലിക്ക് ഉള്ളിലേക്ക് പോയി